ഇത് വല്ലാത്ത മെനക്കേടാണ് സാർ. വല്ലപ്പോഴാണ് ഒരു സവാരി ഒത്തു കിട്ടുന്നത്. അതുമായിട്ട് പോകുമ്പോ സാറ് കൈയാണിക്കും, സവാരിക്കാരൻ ഇറങ്ങി പോകും, കാശ് പോലും തരാതെ. ഇതിനെല്ലാം പുറമെ സാറിന്റെ അയ്യപ്പൻ കോൽ പിരിവും. ആരോടാ നീ സംസാരിക്കുന്ന അറിയാമോ? എന്റെ തനി സ്വഭാവം നിനക്കൊന്നും അറിയില്ല. എന്നോട് കളിച്ചാൽ നിന്നെയൊക്കെ തെറ്റിയടിച്ച് തെറ്റിയടിച്ച് കുത്തു. ആരടാ മുണ്ടൻ? നോ മാൻ. ആരടാ? നോ സർ. ഇറങ്ങടാ. മുണ്ടാന്ന് ഒന്നുകൂടെ വിളിയടാ. നോ സർ. വിളിയടാ. നോ. നീ ആരടാ? മൈക്കിൾ ജാക്സണോ? നോ. നിനക്കെന്താടാ രണ്ട് കാതിലും കമ്മലിട്ടാൽ? ഇതാണ് സാർ ഇപ്പോഴത്തെ സ്റ്റൈൽ. ഏത്തവറാ ആ വടി താഴെ ഇട്ട് കൊടുക്കണം സാർ. ഷടാ. ഹരിറാം ഹരിറാം. ആരടാ എനിക്ക് പൊക്കം ഇല്ലെന്ന് പറഞ്ഞത്? സാറിന് പൊക്കം ഇല്ലെങ്കിലും നല്ല സൗന്ദര്യം ഇല്ലേ സാർ? എടാ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ആവശ്യത്തിലും അതിലും കൂടുതലും പൊക്കമുണ്ട് ഇല്ലേ? എന്താ അതിന്റെ പേര്? രമൺ. രമൺ. രമണ. എന്താ നിന്റെ ജോലി? ജോലി ഒന്നുമില്ല സാർ. നിനക്ക് ഞാൻ ജോലി തരാം. എവിടെടാ നിന്റെ സ്ഥലം? ചെലവൂർ. കുറച്ച് ചെലവ് വരും. വണ്ടി ഓടിവനെ പിടിച്ചകത്തത്. പാവമാണ് സാർ, എനിക്ക് നേരത്തെ അറിയാം. ഉപദ്രവിക്കാനൊന്നുമല്ല, ഇവനെ കൊണ്ട് എനിക്ക് വേറെ ചില ജോലികളുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. നിങ്ങൾക്ക് തീർച്ചയായും പോകാം. ഇന്നത്തേക്ക് എനിക്ക് ഇവൻ മതി. നമ്മള് ചിരിച്ചപ്പോ നിങ്ങൾ എന്താ ചിരിക്കാത്തെ? അല്ല, നിങ്ങള് ചിരിച്ചാർന്നാ? ഈ പറഞ്ഞിട്ട് മൂടി കാരണം മുഖം കാണാൻ മേല. നമ്മള് നിറയെ നിങ്ങളെ കണ്ടിട്ടുണ്ട്. എവിടെ? മൈമുണ്ണിന്നല്ലേ പേര്? അതെ, മാറ്റണോ? എന്തിനാ അടുത്ത് വരുന്നത്? അപ്പൊ മാറ്റണോ അല്ലേ? പോലീസല്ലേ? ഡ്രൈവറാ. പേര് ജമീല. ജലീമ അല്ല, ജമീല. നല്ല പേര്. ജമീല ബേഡ്സ് മൈമുണ്ണി. ഹായ്. ഹായ്. ഞാൻ കാത്തിരിക്കായിരുന്നു. എന്താണ് പ്രത്യേകിച്ച്? ശല്ലി, ഇവന്മാരിന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ എന്താടാ നോക്കി പേടിപ്പിക്കുന്നോ? നിനക്കൊക്കെ വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഇവിടെ വച്ചതാണല്ലോ. ഇതെവിടെ? ഈശ്വരാ, കിട്ടി. സന്താന കാര്യങ്ങളിൽ അല്പം ക്ലേശം അനുഭവിക്കാൻ ഇടയുണ്ട്. അനാവശ്യമായ കോപം, എടുത്തുചാട്ടം ഇവ നിയന്ത്രിക്കണം. പരിഹരിക്കാം. പക്ഷേ ദാമ്പത്യം സൗഭാഗ്യസുന്ദരമായി തീരും. ഭാവി വരൻ കറുത്ത പ്രകൃതക്കാരനും വെളുത്ത മനസ്സുള്ളവനും ധനുക്കൂറിൽ ഭരണി ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവനുമായിരിക്കും. ആള് തസ്കരനുമായിരിക്കും. തസ്കരനോ? പോലീസുകാരിയായി എനിക്ക് കള്ളനായിരിക്കോ വരനാകാൻ പോകുന്നത്? ആണെങ്കി ആവട്ടെ സാർ. ഒപ്പിടാൻ നിക്ക്. അയ്യോ, ഞാനല്ല അത് ചെയ്തത്. ഏത് ചെയ്തത്? പോലീസുകാരല്ലേ, ഏതെങ്കിലും കുറ്റം കേൾക്കാൻ പറയുമെന്ന് പേടിച്ചിട്ടാ. പേടിക്കണ്ട, പേടി മാറി. എന്താ പേര്? ഗോവിന്ദൻകുട്ടി. നാള് ഭരണി. അയ്യോ, അത്ര വലിയ ഭരണിയല്ല, ചെറിയ ഭരണി. ധനുക്കൂറ ആദ്യത്തെ 15 നാഴികയിലാ ജനനം. ഈശ്വരാ, തസ്കരനാണല്ലേ? സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനൊക്കെ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. പോട്ടെ. പോയിക്കോ. ഇങ്ങനെ ശാലിനി ഗോവിന്ദൻകുട്ടി, നല്ല ചേർച്ച. ഗോവിന്ദൻകുട്ടി ഒരു കള്ളനല്ല. എന്റെ ഹൃദയം കവർന്ന ചോരനാണ്. ഒരു വെള്ള താമരമുട്ട് എന്റെ പ്രണയസഖിയായി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ എണ്ണക്കറുപ്പിന് 7 അഴകാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ട. കള്ളിപ്പാലകൾ പൂക്കുമ്പോൾ
ഞാനൊരു ഗന്ധർവനും നീ ഒരു യക്ഷിയുമായി വരും. ഗന്ധർവനും യക്ഷിയും. പിന്നെ ഞാൻ I'm straight. Bend down, bend down. Breathe. ഗുഡ് മോർണിംഗ് സാർ. Good morning. കവളിൽ എന്താണോ കുരിശ്? ഒന്നും പറയണ്ട സാറേ, അടുത്തപടി ടി വി കാണാൻ പോയപ്പോ ആന്റിനെ പിടിച്ചതാ. ഓ, ഷോക്ക് അടിച്ചതാണോ? അല്ല, അവരുടെ ഭർത്താവ് അടിച്ചതാ. അതെന്തിന്? ആന്റിയെ കയറി പിടിച്ച ആന്റിയുടെ ഭർത്താവ് അല്ലാതെ പിന്നെ സാർ അടിക്കും. ഇത് ആദ്യത്തെ അനുഭവമാണോ? അതെ. പ്രാക്ടീസ് ചെയ്യൂ. ഏ? പ്രാക്ടീസ് ചെയ്യണോ? എന്റെ നടുവ് സോറി. അവൻ ഉന്നം തെറ്റി. ഇവൻ ഉന്നം തെറ്റിയില്ല. പ്രാക്ടീസ് മുടക്കരുത്. ഒരച്ചൊരച്ചതിന്റെ മാറ്റ് കളയണ്ട. പത്തര മാറ്റ് തനി തങ്കാത്. നീ ആളൊരു തരികിടയാ. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത് മുക്ക് കൊണ്ടുവാണെങ്കിലോ? അതൊക്കെ പണ്ട് ഒറിജിനൽ വെച്ചിട്ടാ മണിയണ്ടന്റെ കളി. പണ്ടാര തുടങ്ങാൻ ഇവിടെയും തുടങ്ങിയോ ചോദിച്ചു? അത് സ്വർണത്തിന്റെ അലർജി ആയിരിക്കേ. ഇതെവിടെ നൊപ്പിച്ചടേ? അടിച്ചു മാറ്റിയതാണ്. അതെ. അയ്യോ, രണ്ടും ഒരേ ഡിസൈൻ ആണല്ലോ. ഒരാളെ പോലെ 9 പേര് ഉണ്ടാവും പറഞ്ഞ വെറുതെ അല്ല. അതുകൊണ്ട് പേടിക്കണ്ട. സ്വർണത്തിന്റെ കാര്യത്തിൽ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ചുമച്ചതാ. സംഗതി ഓക്കെ. പക്ഷെ 25,000 വകുപ്പില്ലല്ലോടോ. വിശാരടിച്ചേട്ടൻ അങ്ങനെ പറയരുത്. ഒരമ്മയുടെ കിഡ്നി വേണം വേണ്ട. ഏതർദ്ധരാത്രിയിലും ഏറിയ മാറാതെ മാസേജ് ചെയ്യാനുള്ളതിന്റെ കഴിവിനെ അടിസ്ഥാനമാക്കി എമൗണ്ട് ഞാൻ പാസ്സാക്കി തരാം. പാവം. അല്ല, താങ്ക്സ് പറഞ്ഞതാ. ഹലോ. സർക്കാരിന്റെ കൂടെ എന്ന് പറഞ്ഞ അന്തസ്സുണ്ടായിരുന്നു. ഇതിപ്പോ വന്ന് 4 വാറ്റുകാരെ മോറ്റിക്കണമെന്നു. എന്റെ സർക്കാരെ തുറന്നു പറഞ്ഞൊന്നും വിചാരിക്കരുത്. ഇതുപോലത്തെ ഒരു വൃത്തികെട്ട മോഷണം എന്റെ ജീവിതത്തിൽ ആദ്യമാണ്. മോഷണത്തിൽ അന്തസ്സില്ലേ? ഞാൻ പോകില്ല. ഒരു മിസ് പറഞ്ഞോട് നോക്കി നിൽക്കാതെ പോയി സാധനം പൊക്കി കൊണ്ടുപോടാ. സർക്കാരെ, ഈ സാധനം തേരട്ടിട്ട് വാറ്റിയത് വേണോ ബാറ്ററി ഇട്ട് വാറ്റി വേണോ? നവസാരിട്ട് വാറ്റിയത്. എന്തായാലും എന്താ, മദ്യം ഏതായാലും മനുഷ്യൻ നന്നായാലും മതിയെന്നാണല്ലോ ഡൽഹിയിൽ നിന്നും പ്രശാന്ത് രഘുവംശം പറഞ്ഞിരിക്കുന്നത്. ആ വണ്ടി നിന്നെ പോലെ എനിക്കും തീയാണ്. എന്റെ സർക്കാരിന്റെ കൂടെ കൂടിയ പിന്നെ പഴയതുപോലെ മോട്ടിക്കേണ്ടി വരില്ലെന്നാ ഞാൻ കരുതിയത്. ഇത്രയും കമ്പി മതിയാ? തൽക്കാലത്ത് നമ്മുടെ കഷ്ടപ്പാട് തീരാൻ ഇത്രയും കമ്പി മതി. കമ്പി കൊണ്ട് അതിനെ കഷ്ടപ്പാട് തീർക്കണത്. എടാ, എന്റെ പറമ്പിൽ നിന്ന് ഒരു കരിയല എടുക്കാനുള്ള അവകാശം പോലും എനിക്കില്ലാന്നല്ലേ അവള് പറഞ്ഞത്. ശാപം അവക്കുള്ള പണിയെന്ന് ഞാൻ കൊടുക്കാം. കമ്പി കൊണ്ട് എന്ത് പണി? കമ്പിപ്പണി. ഓ, ഷോക്ക് കൊടുക്കാനായിരിക്കും. നോക്കി നിൽക്കാതെ കേറാ മോള്. അല്ല, മോളിൽ കയറാൻ പറഞ്ഞു. എന്റെ മുകളിലല്ല, തെങ്ങിന്റെ മുകളില്. നീ എന്താ അങ്ങനെ നോക്കണത്? തെങ്ങേ കയറണം നിനക്ക് പുത്തിരിയൊന്നുമില്ലല്ലോ. തെങ്ങ കയറുന്ന സാധാരണ കള്ളും കൂടെ എടുക്കാനല്ലേ? ഇതിന്റെ മുകളിൽ കള്ളും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചങ്ങ് കേറിയാ മതി. പിടിയതില് കേറണ മുകളില്. പട്ട വിത്ത് ടെൻഡർ കാക്കനട്ട്. നല്ല ബെസ്റ്റ് കോമ്പിനേഷനാ. സർക്കാരെ, RDO ഉറങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ഏതൊക്കെ അല്ല, ഇത് വേണമെങ്കിൽ ഒരു 2 തന്നുവിടാം. നിന്റെ RDO കൊണ്ട് കൂടെ രാത്രി ഉറങ്ങാൻ നല്ല സുഖ. ആ തേക്കിന്റെ പരിപാടി തുടങ്ങി വെച്ചത് നീയല്ലേ? നീയായിട്ട് മനഃപൂർവ്വം അത് പൊളിപ്പിച്ചതും. എന്റെ പൊന്നെ സർക്കാരെ, മനസാ വാച കർമ്മണ എനിക്കറിയില്ല. അവർക്ക് ഇതൊക്കെ അറിയാനുള്ള വകുപ്പുണ്ട്. നാട് മുഴുവൻ ചാരന്മാരല്ലേ? ചാരം വാരാനല്ല, ജാരന്മാർ. എനിക്ക് അവളെ കണ്ടപ്പോഴേ തോന്നി ഏത് അട്ടപ്പാടി ആദ്യം. അതൊക്കെ പോട്ടെ, ഒന്ന് ഭീഷണോ? നല്ല തണുപ്പല്ലേ, പിന്നെ ഭീഷണത്. നിന്റെ മോന്തയ്ക്ക് ഭീഷണ. ഇതൊരെണ്ണം ഭീഷണ. ഞാനൊരു സർക്കാർ ജീവനക്കാരനല്ല. ഞങ്ങളൊക്കെ ഈ സർക്കാരിന്റെ ജീവനക്കാരാണ്. അതുകൊണ്ടല്ല, അടിച്ചാ മണം വരും. RDO അറിയും. ഇത് കഴിഞ്ഞ് RDO കിട്ട് ഉമ്മ വയ്ക്കാനൊന്നും അല്ല പോണത്. നിങ്ങളൊക്കെ നിർബന്ധിച്ചാ ഒരു പ്രാവശ്യം ആവാം. എന്ത് ഉമ്മ വയ്ക്കല? അല്ലല്ല, ഈ കുപ്പിക്കകത്തുള്ള ദ്രാവകം തൊണ്ട നനയാൻ മാത്രം ലേശമാവാം. മിക്സിങ് വേണ്ട വേണ്ട വേണ്ട.
തന്നെ അവള് വന്നതിന് ശേഷം ഒരു 10 രൂപ തികച്ചു കിട്ടിയിട്ടില്ല. 10 രൂപ ദണ്ണുണ്ട് സർക്കാർ, ദണ്ണുണ്ട്. കുടുംബം നടക്കുന്ന ശമ്പളം കിട്ടിയിട്ടൊന്നും അല്ല. ശമ്പളം കിട്ടിയില്ലേ? ഒരെണ്ണം കൂടി കൊടു. വല്ലതൊക്കെ തടഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? ആ, തടയുന്നതിന് മുമ്പ് ഇതിലൊന്ന് തടവിക്കോ. അതെ, കൈക്കൂലി മേടിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും തെറ്റൊന്നുമില്ലല്ലോ. അത് സർക്കാർ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞുകൊണ്ട് അറിയാം. മഹാഭാരത യുദ്ധകാലം മുതൽ കൈക്കൂലി ഉള്ളതാ. കർണന്റെ അടുത്ത് നിന്ന് കൈക്കൂലി മേടിച്ചിട്ടല്ലേ കർണനെ കൊന്നത്. ഇതൊക്കെ പൂതനയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നുകൊണ്ടൊന്നും മിനിങ്ങാൻ പറ്റുമോ? ശമ്പളത്തിൽ നിന്നോണ്ടും മിനുങ്ങാൻ പറ്റൂല, ബാറിൽ നിന്നോണ്ടും മിനുങ്ങാം. ആണല്ലോ. കൊടർന്നൊന്നും അതെ, എന്നും നിനക്ക് മിനിങ്ങാനുള്ള വക ഞാൻ ഉണ്ടാക്കി തന്നാലോ? എങ്ങനെ? നീ എന്നെ കുറിച്ച് നല്ല റിപ്പോർട്ട് അവരെ കൊണ്ട് എഴുതിക്കണം. പറ്റുമോ? പിന്നെന്താ? ഈ ഞാനെന്ന് പറഞ്ഞ ആരാ? താൻ ചുമ്മാ പുളു അടിക്കലടോ. പുളുവാ? കണ്ണോ? കാണണം. എന്നെ കുറിച്ച് നീ അവരെ കൊണ്ട് നല്ല റിപ്പോർട്ട് എഴുതിച്ചാ ആ കാണുന്ന 6 ഏക്കർ തെങ്ങും പറമ്പ് നിന്റെ പേരിലേക്ക് ഞാൻ എഴുതി വെക്കും. 6 ഏക്കർ തെങ്ങും തോപ്പ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പോയിട്ട് രാവിലെ വാ, ഇനി കുറച്ച് ഫയൽ നോക്കാണ്ട്. ഒരാള് സംസാരിക്കാൻ വന്നിരിക്കുമ്പോഴാണ് ഫയലുകൾ നോക്കാൻ പോണേ. ഞാൻ ഈ ഫയലുകൾ കുറെ കണ്ടിട്ടുള്ളതാ. കളക്ടറേറ്റിന്റെ വേൾഡ് റെക്കോർഡ്സ് റൂമില് കോട്ടക്കണക്കിന് ഫയലുകളുണ്ട്. അവിടെയും ജോലി നോക്കിയിട്ടുള്ളവരെ ഈ വേലായുധൻ. താൻ ആരോട് സംസാരിക്കുന്നറിയോ? താനെന്നോ? മീശ വെച്ച ആണുങ്ങളുടെ മുഖത്ത് നോക്കി താനെന്നോ? ഈ RDO എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപെട്ടൊന്നുമല്ല. ഏത് വിവരദോഷി വിചാരിച്ചാലും പുല്ലുമല്ല എഴുതി പാസ്സാവുന്ന ഒന്നാണ് ഈ IAS. പക്ഷെ നീ ഒന്നും വിചാരിച്ച ഒരിക്കലും പ്യൂണാൻ പറ്റില്ല. പറ്റൂടി, ഞാൻ ചലഞ്ച് ചെയ്യാണ്. നീ വലിയ മതമ്മയോ? എനിക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്താണ് നീ വിചാരിച്ചത്? എടേ, സ്വന്തമായിട്ട് 6 ഏക്കർ തെങ്ങും തോപ്പുണ്ടോ നിനക്ക്? ഇല്ല. എന്നാ എനിക്കുണ്ട്. അവനാരെന്നറിയാമോ? സർക്കാർ. അവൻ കോടീശ്വരന്. അവനൊന്ന് ഞൊട്ട നീ തെറിക്കും. ഒരു പൊടിക്കുപ്പിയുടെ അത്രയല്ലേ ഉള്ളൂ നീ. അതുകൊണ്ട് ഈ കളിയൊക്കെ അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് അവന് അനുകൂലമായ റിപ്പോർട്ട് എഴുതാൻ നിനക്ക് കൊള്ളാം. ഇത് വേലായുധനാണ് പറയുന്നത്. വേലായുധൻ, മനസ്സിലായി? നോക്കണേ, നീ നോക്കി പഠിപ്പിക്ക. കുറെ നാളായി പറയണം വിചാരിക്ക. ഒരു ഡിസ്ട്രിക്ട് ഓഫീസർ കൈക്കൂലി നേട്ട ചതുർത്തിയുള്ള ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? നിന്റെ മൂക്കിന് താഴെ അഴിമതി നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഈ ഞാൻ തന്നെ കൈക്കൂലി വാങ്ങിച്ചിട്ടാ വീട് വെച്ചത്. ഇമ്മിനെ തടയുമെങ്കില് നിന്റെ കള്ളവപ്പ് വരെ ഞാനിടും. എന്നെ വാങ്ങിച്ചിട്ട് നരന്തു പോലത്തെ ഒരു പെണ്ണിന്റെ ഭരണം എണ്ണത്തോടെ നിർത്തിക്കോണം. അതുകൊണ്ട് നാളെ രാവിലെ റിപ്പോർട്ട് എഴുതി ഒപ്പിട്ട് കിട്ടണം. മറ്റന്നാ എന്റെ തെങ്ങും തോപ്പിന്റെ രജിസ്ട്രേഷന്. ഓർമ്മയുണ്ടല്ലോ? ഞങ്ങൾക്ക് മുഹമ്മദാജി ഒന്ന് കാണണം. അതെ, ഞങ്ങൾക്ക് മുഹമ്മദാജിനെ കാണണം. പഞ്ചവർണ്ണ പൂങ്കിളി പുതുനാരി, പഞ്ചവർണ്ണ പങ്കിളി പുതുനാരി, നിങ്ങൾ നിർത്ത. എത്ര നേരിട്ട് എന്ത് ഹാജിരെ കാണാത്തെ? ആ കൊപ്രക്കാരൻ പറഞ്ഞു കാണത്തില്ല. ഹാജിയാരിനി ഹജ്ജിനും എല്ലാം പോയി കാണൂ. ആ, അതായിരിക്കും. ഹജ്ജിന് പോയിരിക്കും. ഹജ്ജ് ഇനി പറഞ്ഞോളി. ഇതേതാ? നമ്മളാണ് ഹാജി മുഹമ്മദ് ഹാജി, കുമ്മങ്കണ്ടത്ത് മുഹമ്മദ് ഹാജി.
നിങ്ങളാണോ പുറത്ത് കാക്കനെ ആട്ടിക്കൊണ്ടിരുന്ന കാക്ക? ആ കാക്കയാണോ ഈ കാക്ക? നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ചിരിക്കാതെ കാര്യം പറയും. പറയാ പട്ടാമ്പി നേർച്ച വരാൻ പോണേയാണല്ല. നേർച്ച കൂടാനായിട്ട് പള്ളി പരിസരത്ത് വന്നാണ്. അപ്പോഴാണ് ഞാൻ ആചാര്യ നാലാമത്തെ ബീവി മതം മാറി വന്ന പുള്ളയാണ്. എന്നാ പിന്നെ ഒന്ന് കണ്ടിട്ട് പോകാൻ അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ഞങ്ങള് പിന്നാമ്പുറത്തൂടെ. എന്തിന് പിന്നാമ്പുറത്തോടാക്കണം? മുന്നാമ്പുറത്തോട് തന്നെ പോയിക്കോളി. ഓളിപ്പം മുടിയില് പോയക്കണ സമയ. മുടിയില് അച്ഛല്ലേ ഓടി പോയിക്കോട്ടെ. എന്താ തിരക്ക്? നമുക്കൊരു വർത്താനം പറഞ്ഞിരുന്നോടെ. എന്താ പേര്? ഓള് പോയിക്കേ. എന്റെ പേരറിയണ്ടേ? എന്താ പേര്? ഷക്കീല. അല്ല സെക്കീലേ. സെക്കീല് കൂടി ആവുമ്പോ 5 ഒതുങ്ങോ? ഹലോ, ആരാ? എന്താ? ഞാൻ ജോർജി, ഹോം മിനിസ്റ്ററുടെ വുഡ് ബി, അല്ല ഭാര്യയുടെ മകളുടെ വുഡ് ബി, ഹോം മിനിസ്റ്ററുടെ ഭാവി മരുമകൻ. സോറി സാർ. ഹേയ് പ്ലീസ് സിറ്റ് ഡൗൺ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ഈവനിംഗ് സർ. അല്ല, മേ ഐ കം ഇൻ സർ? Will call you. Yes, come in. താങ്ക് യു സർ. ഞാൻ പ്രായപൂർത്തിയായ ഒരു അവിവാഹിതനാണ്. മാത്രമല്ല, ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലുമാണ്. ആ പെൺകുട്ടിയും അവിവാഹിതയാണോ? ഇപ്പോൾ അങ്ങനെയാണ് സാർ. പോലീസ് ഉടനെ ഇടപെട്ടില്ലെങ്കിൽ ഉടനെ അവൾ വിവാഹിതയാകും. പിന്നെ അവൾ ഇപ്പൊ ജയിലിലാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ജയിലിലോ? യാ, ഐ മീൻ വീട്ടുകാരുടെ തടവിൽ. ഓ, അവരവളെ മാനസികമായി പീഡിപ്പിക്കുന്നു സാർ. ഇഷ്ടമില്ലാത്ത മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നു സാർ. എന്താ പേര്? മീനാക്ഷി. മീനാക്ഷി താനോ? ഞാനോ? ഐ ആം ജോർജി വർഗീസ് മാപ്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ആ, ഇതാണ് ജോർജി. എന്റെ നേരെ മൂത്താങ്ങള. അച്ചമ്പട്ടത്തിന് വേണ്ടി സെമിനാരി പഠിക്കുകയായിരുന്നു. ഇപ്പോ ലോഹയൊക്കെ ഉപേക്ഷിച്ചെന്നാ കേൾക്കുന്നത്. ഞങ്ങൾ വേർപിരിയാനാവാത്ത വിധം പ്രണയിച്ചു പോയി. ഞങ്ങളെ പിരിക്കരുത് സർ. എന്താ സാർ? പെണ്ണാരാന്നറിഞ്ഞാൽ സാറിന്റെ മുഖത്ത് ഈ പരിഹാസച്ചേരി പടി കടന്ന് പമ്പ കടക്കും. സാറ് ഞെട്ടും. രജിസ്റ്റർ മാരേജ് കഴിയുന്നവരെ സാർ ഇത് പുറത്തു പറയരുത്. പറയൂ. ഹോം മിനിസ്റ്ററുടെ ഒരേ ഒരു മകളാണ്. എന്താടോ? സാറിന്റെ മുട്ടുകൂട്ടി മുട്ടുണ്ടോ നോക്കിയതാ. സാറ് പേടിക്കണ്ട. ഇപ്പൊ എന്റെ കൂടെ നിന്നാൽ നാളെ അതിന്റെ ഗുണം സാറിന് തന്നെയാ. എന്തായാലും ഞാൻ ആ പെണ്ണെ കിട്ടും. എന്നിട്ട് ഫസ്റ്റ് നൈറ്റിന് മുമ്പ് ആ വൈകുന്നേരം തന്നെ ഞാൻ അവളുമായി എന്താ മനസ്സിലായില്ല? ഗർഭിണിയാക്കുന്നു. അതോടെ മുത്തച്ഛനാകാൻ പോകുന്ന ഹോം മിനിസ്റ്ററുടെ എതിർപ്പക്ക മാറും. എന്നെ അംഗീകരിക്കും. അപ്പോ ആഭ്യന്തരമന്ത്രിയുടെ സൺ ഇൻ ലോ എന്ന നിലയിൽ എനിക്ക് സാറിന് വേണ്ടി പലതും ചെയ്യാൻ സാധിക്കും. പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഡിസ്മിസൽ, എന്തും. എന്ന് കരുതി ഇപ്പൊ സാറിന് അവകാശപ്പെട്ട കൈക്കൂലി ഞാൻ തരാതിരിക്കില്ല. നിന്നെ ഇപ്പൊ തന്നെ തൂക്കിയെടുത്ത് അകത്തിടുകയാണ് വേണ്ടത്, കൈക്കൂലി ഓഫർ ചെയ്തതിന്. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അയ്യോ, അത് ഹൈലൈറ്റ് അല്ല, എന്റെ ലൈഫിന്റെ ഫുൾ ലൈറ്റ് പോവും. ഞാനൊരു ആവേശം കൊണ്ട് പറഞ്ഞു പോയതാ. പോലീസ് മന്ത്രിയുടെ ഭാവി മരുമകന്റെ ഭാവി തച്ചുടക്കരുത് സാർ. എന്നാ പിന്നെ ഭാവി മരുമകന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ഹോം മിനിസ്റ്റർ നേരിൽ കണ്ടു ചോദിച്ചോളാം. പ്ലീസ്. അയ്യോ വേണ്ട. ആ അഭിശപ്ത കാമുകൻ ഞാനെന്നറിഞ്ഞാൽ, ഞാൻ നാട്ടിലെത്തിയ വിവരം പുറത്തറിഞ്ഞ എന്റെ പുക പോലും പുറത്തു കാണില്ല സാർ. തട്ടിക്കളയും. ഈ കല്യാണം നടന്നാൽ ഞങ്ങൾക്ക് ജനിക്കുന്ന മൂന്നാമത്തെ കുഞ്ഞിനെ, അത് ആൺകുട്ടിയാണെങ്കിൽ കൊച്ചിനെ അച്ഛനൊക്കെ തിരുസഭയ്ക്ക് കൊടുക്കാന്ന് ഞാനൊരു നേർച്ച നേർന്നുണ്ട് സാർ. ആ നേർച്ച നിറവേറ്റണം സാർ. എന്നെ സഹായിക്കണം. അനിയനെ പോലെ കാണണം, സംരക്ഷിക്കണം. കർത്താവിന്റെ അനുഗ്രഹം ഇപ്പോഴും എപ്പോഴും ഉണ്ടാകും. അല്ല സാറേ, ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ചിരിച്ചിട്ട് ഭർത്താവെ ചതിക്കുകയാണോ? എന്താടാ നിങ്ങൾ ഈ അരി കൊണ്ട് മുറുക്ക് മാത്രം ഉണ്ടാക്കാതെ അരി കൊണ്ട് സുഖീന്, ചിപ്സ്, ബോണ്ട, കായപ്പ ഇതൊക്കെ ഒന്നുണ്ടാക്കി. അല്ല, നിങ്ങൾ ബേക്കറി ഇല്ലേ? ഉണ്ട്. എന്തുണ്ട് കാലത്ത് കുടിച്ച പഴങ്ങഞ്ഞി വരെ വെളി വന്നു. എന്തൊരു കുടുക്കമാടാ നിന്റെ വണ്ടിക്ക്. കുന്നു
300 ഉറുപ്പ്യൊക്കെ AC പ്ലെയിനിൽ കയറ്റി ആകാശത്തൂടെ ചുറ്റടിച്ച് ജോളിയായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി തരാം. പിന്നെ ഉൽക്കൽ ഞമ്മളും വണ്ടിന്റെ അല്ലേ, കുത്തും പാലോചിക്കണം. ആ വോട്ട് കുത്തും പാലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പങ്കാച്ചി നമ്മൾ ഈ നാട്ടില് റോഡ് നന്നാക്കുന്നവര് ജയിക്കാറില്ല, അങ്ങനെയല്ലേ? നീ അപ്പുറത്തോട്ട് മാറ്റി നിർത്ത്. അല്ല എന്തേ നമ്മൾ പറഞ്ഞു പിടിച്ചില്ലേ? എനിക്ക് അവിടെ ഇറങ്ങേണ്ടത്. നിർത്താൻ. നിർത്തി ഇറങ്ങിക്കോളി. ഇങ്ങോട്ട് ചിന്തല്ലേ? പിടിക്കും അതവിടെ. അതാ എങ്ങോട്ടാ പൈസ? തിന്ന മുറുക്കി വകവച്ചോണ്ടാ മതിയടാ പുയ്യാപ്പിളെ. രാവിലെ തന്നെ ഞമ്മക്ക് കുറ്റി ആവശ്യമില്ല നാളെ. പുയ്യാപ്പിളെ എന്തിന് പയ്യാത്തോരടങ്ങറിന് കയ്യാൻ കളി കാട്ടുന്നട്ടെ. ഭൂട്ടാൻ ശ്രീദീപം 10 lakhs. ഈ ജനസേവകരായുള്ള കുഴപ്പമായത്. ഗാന്ധിജീന്റെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങളെക്കാൾ മോശമായിരുന്നു. ജീവിതകാലം മുഴുവൻ കുറ്റിന്ത്യ എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം കിട്ടി ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വെടികൊണ്ട് മരിക്കേണ്ടി വന്നില്ലേ? ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അല്ല, ഒരു ഇന്ത്യക്കാരന്റെ വെടികൊണ്ട് അങ്ങേര് മരിച്ചു. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്. ഗതികെട്ട നേരത്താണ് ഇന്ത്യ ചരിത്രം. ചായ പേടിപ്പിക്കാറോ? സോറി. എന്റെ ബലമായ സംശയം പിഷാരടി ചേട്ടൻ ബാലേട്ടിന് ആസിറ്റ് വെട്ടിയതാണെന്നാ. അന്ന് സുകുമാരൻ 50,000 രൂപ വാങ്ങിച്ചോട്ടപ്പോ എന്തായിരുന്നു കരാറ്? നാടൻ നടത്തി കൊടുക്കാന്നായിരുന്നില്ലേ? അത് ചീറ്റിപ്പോയില്ലേ? അതിന്റെ പ്രതികാരമാണ് ഈ ജപ്തി ജപ്തി ജപ്തി. എന്ത് ഭണ്ഡാരമായാലും 25,000 രൂപ വേണം. എടാ ഒരാളെ പറഞ്ഞാടാ, ഞാൻ പോയി മുട്ടിക്കോളാം. 1-2 കക്ഷികൾ എന്റെ കയ്യിലുണ്ട്, പക്ഷെ അവരൊക്കെ റേഞ്ചിലുണ്ടോ എന്നാണ് സംശയം. ആ മൊബൈൽ ഒന്ന് ഞാൻ വിളിച്ചോക്കട്ടെ. ആരെ? ഒന്ന് ബിർള, മറ്റേ വേറൊരാളും കൂടെ ഉണ്ട്, ബാറ്റ. അവന്റെ തമാശ. ബാലേട്ട സമാധാനായിട്ട് ചായ കുടിക്ക്, ഞാൻ വഴി ഉണ്ടാക്കാം. പോക്കറ്റ് അടിച്ചാണെങ്കിൽ 50,000 കൊണ്ടുവരണമെന്നല്ല പറഞ്ഞത്? അതെ അതെ അതെ. എങ്കിൽ നമുക്ക് ആ വഴിക്ക് നീങ്ങിയാലോ? പോക്കറ്റ് അടിക്കാനാ? അല്ല, പോക്കറ്റ് തരം കാണിക്കാൻ. പക്ഷെ ഒരു ഫുള്ളിനുള്ള കാശ് വേണ്ടി വരും. ഫുള്ളോ? അതെ, ജപ്തിയെ നമ്മൾ ഫുൾ കൊണ്ട് നേരിടുന്നു. ആശിച്ചിടായിക നീയൊന്നും സോദരാ, അന്യന്റെ ഖജനാവ് കണ്ട് മോഹിച്ചിടായിക നീയൊന്നും സോദരാ, മോഹന സ്വപ്നങ്ങൾ കണ്ട്. ദ റെവല്യൂഷൻ എന്ന എന്റെ സ്വന്തം കവിതയിലെ അവസാനത്തെ വരികളാണ്. എന്തിനാണാവോ ഇവിടെ ചൊല്ലിയത്? കുറച്ചു നേരത്തെ നീ എന്നോട് 25,000 രൂപ ചോദിച്ചില്ലയോ? അതിനുള്ള മറുപടിയായിരുന്നു 20,000 ഉലുവ. ഒരു ചില്ലിക്കാശി പിഷാരത് കിട്ടുമെന്ന് ഒരു തെണ്ടി നിയമവിക്കണ്ട. അങ്ങനെ പറയരുത്. എന്നാ തിരുത്തവടാ, ഒരു ചെട്ടി നിയമവിക്കണ്ട. ഓ, എന്തൊരു ചൊറിച്ചിൽ. സ്വർണത്തിന്റെ അലർജി ആയിരിക്കും. സ്വർണ്ണ അലർജി ഇല്ലാത്തൊരു ലോഹവാടാ. എന്തുവാടാ അറിയാതെ കൈ സ്ലിപ്പ് ആയതാ. ഈ ഏറിയലുള്ള കളിവണ്ട കഴുത്തുപിടി. ആരും തലമറന്ന് ഒരെണ്ണയും തേക്കരുത്, സ്ലിപ്പാവും. 25,000 രൂപ ഞാൻ പിഷാരടി ചേട്ടനോട് ചോദിച്ചത് എന്തിനാണെന്ന് അറിയാമോ? എന്റെ സുഹൃത്തിന്റെ അമ്മയുടെ കിഡ്നി മാറ്റി വെക്കാനാ. 25,000 രൂപയ്ക്ക് കിഡ്നിയോ? പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കിഡ്നിയാണോ തലക്കിട്ട് കയറ്റാൻ പോണത്? അങ്ങനെ വരട്ടെ. അതൊന്നും അല്ലല്ലോ അവന്റെ നമ്പറാ. അവന്റെ ഇരിപ്പുണ്ട് അറിയാമല്ലേ? കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. ഇനി എനിക്കിട്ട് ഊതാൻ വന്നാ ഞാൻ മാനേജരാണെന്നൊന്നും നോക്കൂല. നീ എന്ത് ചെയ്യൂടാ? കോപ്പി അക്കൗണ്ടന്റ് ആയിക്കളയോ? കള്ളം പുറത്ത് കയറി ഇയാൾ ത്രില്ലടിക്കുന്നതാണ്. നീ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത. എന്റെ പൊന്നു പാലേട്ടാ, നിങ്ങൾ ഇങ്ങനെ ത്രില്ലടിക്കല്ലേ? അവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് ഞാൻ ശരിയാക്കി തരാം. എന്റെ പൊന്നു പിഷാരടി ചേട്ടാ, നമ്മളൊക്കെ ഒരു സഹകരണ ബാങ്ക് പോലെ ഒത്തൊരുമയോടെ കഴിയേണ്ട ആൾക്കാരല്ലേ? അവിടെ ഇരിക്കാൻ. എന്നിട്ട് ചട്ടം ഊരിയേ. എന്തിന്? എനിക്ക് പുറം മസാജ് ചെയ്യണം. 10-15 ദിവസമായിട്ട് പുറം മസാജ് ചോദിക്കാനും പറയാനും ആരില്ലെന്ന് കരുതി മസാജ് ചെയ്യാതെ തോന്നി ഇരിക്കുക. അടുത്തൊക്കെ അങ്ങോട്ട് കറുത്തു. നീ വെളുപ്പീട പോനെ. പോരട്ടെ, ഇരിക്കോ. നല്ല സ്മൂത്തായിട്ട്. നീ എന്റെ ഷർട്ട് ഊരിയതാണോ അതെന്റെ മൊത്തത്തിൽ ഊരിയതാണോ? നീ ഒരു അക്ഷരം മിണ്ടരുത്. നിന്നെ പല ജപ്തി എന്ന് ഊരിയവനാണ് ഞാൻ. പക്ഷെ ഈ ഒരു ജപ്തി നടത്തി ഇടങ്ങൂ, ഇല്ലെങ്കിൽ നീ എന്നെ ജപ്തി ജപ്തി എന്ന് വിളിച്ചു കരടാക്കിന്റെ കരടാക്കൊണ്ട്. കണ്ണി ചോരയില്ലാത്ത തെണ്ടി, നീ എന്റെ മാല അടിച്ചു മാറ്റിയല്ലേ? അടിച്ചു മാറ്റിയതല്ലോ, ഒരു ക്രയവിക്രയം നടത്തുകയല്ലേ. ഒറിജിനൽ ഞാൻ എടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കൊടുക്കുന്നു. മര്യാദയ്ക്ക് തിരിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ എപ്പോ പറഞ്ഞു കളിക്കരുത്. 5,000-10,000 കിടക്കിടക്ക് പാലട്ടം വന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എവിടെ നിർത്തി തന്നെ വിചാരിച്ചത്. ഇങ്ങനെയൊക്കെ തന്നെ. ഇത് കണ്ടോ, ഈ കാണുന്ന സകല ഓർണമെന്റ്സ് ഞാൻ ഇട്ട് കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റാ. വെറുതെ ആണോ
ചൊറിയുന്നത്? ദ്രോഹി. എന്തോന്നും ദ്രോഹി? 25,000 രൂപ പോക്കറ്റ് അടിച്ചാണെങ്കിലും കൊണ്ടുവരണമെന്ന് ഈ മഹാകവി ബാലനോട് പറഞ്ഞില്ലേ? അപ്പൊ അതിലൊരു തെറ്റുമില്ല. ഇല്ലേ? എന്റെ അമ്മച്ചാണ് തെറ്റില്ല. ഹലോ ഹായ് എവരിബഡി, ഐ ആം ഹരി. മലയാളത്തിൽ ഹരി എന്ന് വിളിക്കുന്നു. ഐ ആം വിനോദ്. മലയാളത്തിൽ ആക്കിയതാണല്ലേ. ഞങ്ങളും ഈ കോളേജിലാ പഠിക്കുന്നത്. ഞങ്ങളും കൂടി ഒന്ന് പരിഗണിക്കണം. ഫസ്റ്റ് ഇയർ ആണല്ലേ? അതെ. നിങ്ങളോ? ഞങ്ങൾ ഫസ്റ്റ് ഇയറാ. അബ്ഡോമൻ എക്സസൈസ് നന്നായി ചെയ്യണം. വയറിലെ മസിലുകൾക്ക് ഉറപ്പ് പോരാ. ശരി ടീച്ചർ. ഇതൊക്കെ ഒറിജിനൽ എന്നടേ? അതെ സാർ, അമ്മേന്റെ ചെയ്യാം സാർ. ഇങ്ങനെയൊക്കെ തന്നെ വരുന്നവരാദ്യം പറയുന്നു. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉണർവും ഉന്മേഷം ഒന്നും കാണാറില്ല. എങ്ങനെയും കോഴ്സ് ഒന്ന് പാസ്സായി ഏതെങ്കിലും ഉടങ്കൊല്ലി സ്കൂളിലോ സ്വാശ്രയ കോളേജിലോ പൈസ കൊടുത്ത് ജോലിയും വാങ്ങി വെറുതെ പല്ലിന്റെ ഇട കുത്തി ഇരിക്കാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഞാൻ അങ്ങനല്ല സാർ. പിന്നെ ഞാൻ എങ്ങനെയാണെന്നാണോ താൻ പറയുന്നത്? ഞാൻ അങ്ങനെയല്ല സാർ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണോ താൻ പറഞ്ഞ? എന്നോട് തർക്കിക്കുന്ന ഓ ഇവനാര്? അർണോൾഡ് ശ്വാസ്നികർ. സാറേ, പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പരിസരം നോക്കാതെ തുപ്പരുതെന്ന്. വെറുതെ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. സോറി സാർ. എന്താണോ? എടോ ഒക്കെ പഴയ കാലം. ഞാനിവിടുത്തെ പ്യൂണാ. എന്താ പ്യൂൺ സാർ? നമ്മൾ അഡ്മിഷൻ കാർഡ് അയച്ചതിൽ ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അഡ്മിഷൻ ടെസ്റ്റിലെല്ലാം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരുത്തനാ. ആരാ? ഒരു അർജുൻ. അവനാര്? പാണ്ഡവന? അതാ ഒരു കാര്യം, ഞാൻ കൊണ്ട് മാറി 3 പ്രാവശ്യം ഒരു പേര് ഉറക്ക വിളിക്കേ. ആരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കാം. ഓക്കെ സാർ. സാറ് അർജുൻ, അർജുൻ, അർജുൻ. സ്കേറ്റിംഗ് ചാമ്പ്യൻ ആണല്ലേ? അല്ല, തെന്നിപ്പോയതാ. എന്താ പേര്? അർജുൻ. ലേറ്റ് ആണല്ലോ. സോറി സാർ. ലേറ്റ് ആണേലും ലേറ്റസ്റ്റ് അതാ വന്നിരിക്കേ. എല്ലാം പുതിയ ഫാഷനാണ് സാർ. ഇതും പുതിയ ഫാഷനാണോ? സംഭവിച്ച എന്തൊക്കെ? നിങ്ങക്ക് കല്യാണം കഴിക്കാത്ത എത്ര പെങ്ങന്മാരുണ്ട്? 2 പെങ്ങന്മാര്. അത് പെണ്ണാനൊന്നും നേരില്ല. 2000 ഉണ്ടാവും. പാവം പെൺകുട്ടികള് കഴിച്ചതാവട്ടെ. എവിടുന്ന് കിട്ടി ഇത്രയും രൂപ? എടോ, ഞമ്മൾ രണ്ടാളും കൂടിയല്ലേ രാവിലെ പുരേന്ന് പുറത്തിറങ്ങിയത്. ഞമ്മൾ പുരേ താമസിക്കുന്ന തള്ളന്റെ പേരെന്താണ്? ആര്? പങ്കാച്ചിയോ? പങ്കാച്ചിക്ക് പങ്കാച്ചി. പൈസ ഇട്ടു ഇതൊക്കെ മറന്നു. അല്ല, അതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഈ തള്ളനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ട് അപ്പൊ ഒരാൾ ചോദിച്ചു, ഈ റാക്ക് ഷാപ്പിന്റെ അവിടെ ഒന്ന് വിട്ടുതരും. ചെറിയൊരു ഓട്ടാണ്. അയാളെ റാക്ക് ഷാപ്പിന്റെ അവിടെ വിട്ട് ഞമ്മളെ വളർന്ന് ഇങ്ങോട്ട് തിരിയുമ്പോ മൊത്ത് നമ്പൂരിച്ച വഴിന്നൊരു പിടിയാണ്. ഓനെ മൊയ്തുട്ടിയേ. ആരത്? അതാണ്. ഞമ്മള് തിരിഞ്ഞു നോക്കും ആരാന്നറിയ. പടച്ചോയെ, 10-12 അടി ഉയരും, കയ്യും കാലൊക്കെ ഇപ്പൊ അണ്ണാണ്. നല്ല നടന്ന് ഞമ്മളടുത്ത് വന്നിട്ട് ഒട്ടാകി ഒന്ന് നോക്കി. എന്നിട്ട് പടച്ചോൻ പറയാണ്, ഇന്നലെ രാവിലെ നീ പടച്ചോനെ എന്ന് വിളിച്ചത് ഞമ്മക്ക് പെരുത്ത് ഇഷ്ടായി. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ എന്നെ കാണാനും വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നത്. പടച്ച ആകാശത്തേക്ക് കൈ പൊന്തിച്ചപ്പോ ഈ പടച്ചോന്റെ കയ്യിൽ ഈ ബാഗ്. ഇത് ഞമ്മളെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് പറയാ ഇഷ്ടം പോലെ കോഴി ബിരിയാണി വേവിച്ചിട്ട് ചാകടാന്ന്. രണ്ടാമത് ആലോചിക്കാനുള്ള സമയം നമ്മൾ പടച്ചോനെ കൊടുത്തത്. ഇത് 2000 ഉണ്ടാവും. അല്ല, ഇതെന്താ എത്ര കാണാൻ കള്ളനോട്ടാ? പടച്ചോ ഞമ്മള് ചാമ്പിയോ? അല്ല, ഹാജി മൊയ്തൂന് എവിടുന്ന് കിട്ടി ഇത്രയും രൂപ? അത് മോനെ കൈ പിടിച്ച് ഓടിക്കല്ലേ, ആക്സിഡന്റ് കൊടുക്കുന്ന കൈ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോ അത് പടച്ചോ. പടച്ചോനാ? രാവിലെ തന്നെ പടച്ചോനും ഭാര്യയും കുട്ടികളും. പടച്ചോനും ഭാര്യയും കുട്ടികളോ? ഫുൾ ഫാമിലി ആയിട്ട് നമ്മൾ ഓട്ടോറിക്ഷ കയറി. എന്നിട്ട് ഈ ബാഗ് കൈ തന്നാ? എന്നിട്ട് ഈ രൂപ എടുത്തോളാൻ പറഞ്ഞു. ബാഗ് എടുക്കില്ല നീ.
കല്യാണം കഴിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന് സ്തുതി. ചാക്കോ കുഞ്ചറിയ, ചെറിയ തോട്ടത്തിൽ ബംഗ്ലാവ്, പന്നിയങ്കര, കോഴിക്കോട്. ഇത് പഠിച്ച അഡ്രസ്സാ? അതിപ്പോ ഞമ്മക്ക് എങ്ങനെ അറിയാം? എന്റെ മകൾ കുഞ്ഞുമകളും തിരുവല്ല പുത്തമ്പുരയ്ക്കൽ ബംഗ്ലാവിൽ. വാ വാ എങ്ങോട്ട് എങ്ങോട്ട്? വാ, വാ. എന്തിനാണ് നീ? എന്തിനാ പിടിച്ച് തല്ലല്? കിട്ടി പിടിച്ചും കടം വാങ്ങിച്ചുണ്ടാക്കിയ കാശ കൈ കൊണ്ടുവന്ന കളഞ്ഞു വന്നു വെച്ചാ അപ്പച്ചന്റെ പേര് കാർട്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് അയച്ചത്. ഇവിടുന്ന് ടൗണിലെ ബാങ്ക് വരെ പോയി കാശ് കൊണ്ടുവരുന്നതിനിടയ്ക്ക് എവിടെ വെച്ച് മറന്നുപോയിന്ന് ചെമ്മാറ്റം പറയുന്നു. എന്തോ നീശോമിശിക, എന്തോന്ന് കർത്താവ് ഇത് നോങ്ങുന്നോ? ദൈവത്തിന് നിരക്കാത്തൊന്നും പറയരുത് തണ്ണിക്കുട്ടി. ഒന്ന് കേറി പോകുന്നുണ്ടോ അകത്ത്? ദൈവത്തിന് നിരക്കാത്തത് എന്നപ്പോ ഞാൻ സുവിശേഷ പ്രസംഗം നടത്താം. വീണിട്ട പൈസ നിങ്ങൾക്കെല്ലാം പങ്കിട്ടരാൻ വന്ന് ഇന്നെ വേണം ചെരുപ്പെടുത്ത് അടിക്കാൻ. അതെ അതെ, അടങ്ങിയിരുന്നോണം. ആ ഓടുന്ന വണ്ടി എന്തോന്നത്? എന്നാ തൂപ്പ് തുടച്ചാളട്ടാ, തുടച്ചാളാം. നമ്മക്ക് ഇനിയും പൈസ വീണിച്ചോട്ടാ. അപ്പൊ ഇങ്ങളെയും പറ്റിച്ച് ദുബായി പോയി ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ കള്ളക്കടത്ത് നടത്തി അവിടുന്ന് അറബിനെയും പറ്റിച്ച് സ്വർണ്ണ ബിസ്ക്കറ്റ് കൈസിലിട്ട് ഞമ്മക്ക് ഇങ്ങോട്ടൊരു വരവ്. അപ്പൊ ഇങ്ങളെ കഴിഞ്ഞിട്ടാ അറിയാം, ഓട്ടോറിച്ച് ഓട്ടിച്ച് ക്ലച്ചും പോയി ബ്രേക്കും പോയി ക്ഷയം പിടിച്ച് പിച്ചക്കാരമാര് ചികിത്സിക്കാൻ പൈസ ഇല്ലാന്ന് ഇങ്ങനെ നിൽക്കുമ്പോണ് ഞമ്മളെ വരവ്. അപ്പൊ മൊയ്തുട്ടിക്ക് ഒരു ബിസ്ക്കറ്റ് തരിക. അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് തരുന്നേട്ടാ. എന്ത് ബിസ്ക്കറ്റ് തരുന്നറിയാം? പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ്. അത് തന്നെ താനങ്ങ് തിന്നോണ്ടാ മതി കേട്ടാ. അയ്യേ 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 കുത്തരുത് കേട്ടാ. ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടൊന്നും കാര്യമില്ല. ഇന്ന് കൊടുക്കേണ്ട കാശ് കൊടുത്തെങ്ങനെ കല്യാണം നടക്കും? ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാ. എഴുന്നേറ്റ് പോടോ പാരട്ടെ. ഇവിടെ ചങ്കരിക്കുമ്പോഴാ തന്റെ ഒരു വാക്ക്. അവിടെ ആരൊക്കെയുണ്ട്? ഞാനില്ല. ഇത് തന്നെ. ചെറിയ തോട്ടത്തിൽ ബംഗ്ലാവ് ഇതാണോ? ഇത് തന്നെ. എന്ത് വേണം? ഞങ്ങൾക്കൊന്നും വേണ്ട. ചുമ്മാ കുഞ്ചെറിയ. ആ അതെന്റെ അപ്പനാ ഇതായിരിക്കുന്നു. അമ്മാവാ, ഒരു ബാങ്ക് കുറെ രൂപയും കളഞ്ഞു പോയോ? പോയി മോനെ, 20,000 രൂപ. പോയിട്ടൊന്നുമില്ല, കരയണ്ട. അതും കൊടുക്ക. ആ നിക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ. ഇതാണോ? ഇത് തന്നെ, ഇത് തന്നെ. എന്ത് തന്നെയാന്ന്? ഇതിപ്പോ എല്ലാവർക്കും പറഞ്ഞൂടെ ഞമ്മളാണ് ഞമ്മളാണ്? എന്തോ ഒരു അടയാളം പറയും. എന്ത് അടയാളം? ഇതിനകത്ത് നോട്ടില്ല, അതിൽ ഏതെങ്കിലും നമ്പർ പറയും. 1999. ചുമ്മാ എന്റെ കർത്താവേ. കർത്താവിനൊക്കെ പിന്നെ വിളിക്കാം. ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കി. അതെന്തോ എണ്ണി നോക്കാനാ? നിങ്ങളൊക്കെ നമ്മുടെ ഓട്ടോയിൽ സവാരി ചെയ്തിട്ട് എന്തെങ്കിലും മറന്നിട്ടേച്ച് പോയാൽ എടുത്തു വെക്കും. അന്വേഷിച്ചു വന്നാൽ കൊടുക്കും. ഇതിലിപ്പോ അഡ്രസ് ഉള്ളതുകൊണ്ട് കൊണ്ടു തന്നു. രണ്ടാണ്ട് പൈസ എടുത്ത് കോഴി ബിരിയാണി കഴിച്ചാലേ ഞമ്മക്ക് എന്താ പറഞ്ഞത്? ദഹിക്കില്ലെന്ന്. അല്ല അങ്ങനെ പോയാലോ? വിളിച്ചാ. എന്റെ പേര് സണ്ണി. ഞാൻ പട്ടാളത്തിലാ. തിരിച്ചു നന്നായി. പെങ്ങളുടെ കല്യാണത്തിന് വന്നതാ. അപ്പൊ ഇത് പറയാൻ അങ്ങോട്ട് വിളിച്ചു. അല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് അല്ലേ കൂടിയിട്ട് പോകാം. കൂടിയിട്ടെന്ന് പറഞ്ഞ കീടം കീടം. അതെ അതെ. ശരി, എന്നാ ചേട്ടന് ഇഷ്ടം പോലെ. പറഞ്ഞില്ല, ചേട്ടൻ പറയുമ്പോ യെസ് മാഡം. എവിടെയാണ് മാഡം? അകത്തുണ്ട്. സാറകത്ത് പാമ്പോട്ട് ഉണ്ടെങ്കിൽ വലിഞ്ഞോ? ഒരു മൂർഖം പാമ്പല്ലേ, ഞാൻ ഒറ്റയ്ക്ക്. അവസാനത്തെ പാമ്പിനെ പിടിച്ചു സാർ. അവസാനത്തെ പാമ്പാണ് നിങ്ങൾ മനസ്സിലായി. ചോദിച്ചോളൂ. താനാരുടെ പാമ്പാട്ടിയോ? പാമ്പിനെ പിടിക്കാനുള്ള അധികാരം തനിക്ക് ആര് തന്നു? അതിനുള്ള നിയമമുണ്ട്, പോലീസുണ്ട്. കേരള പോലീസിന് പാമ്പ് എടുത്തോണ്ടൊന്നും ഇപ്പോഴാ സാർ അറിഞ്ഞു. സാർ, ഇത് എന്റെ വീട്, എന്റെ പറമ്പ്. ഒരു പാമ്പിനെ പിടിക്കാനുള്ള അധികാരം എനിക്കില്ലേ? എടോ, ഇത് റിസീവർ ഭരണം നടത്തുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു കരിയർ പിടിക്കുന്നത് അറിയില്ലേ? എടോ, ഇതിനകത്തുനിന്ന് ഒരു ഞാഞ്ഞുള് പോയാലും മാഡം സമാധാനം പറയണം. ഇത് ഞാഞ്ഞുള്ളിലല്ലോ മൂർഖം പാമ്പല്ലേ. മേലാൽ ആർഡിഒയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു പാമ്പിനെ താൻ പിടിച്ചാൽ ഒരു നല്ല കാര്യം ചെയ്യാന്ന് പറഞ്ഞാലും സാറ് സമ്മതിക്കില്ലല്ലോ. ശരി, പാമ്പിനെ പിടിക്കാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. ആർഡിഒ ആർഡിയുടെ പാമ്പായി. ഇതിനെ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചേക്കട്ടെ. അയ്യ കൊത്തല്ലേ മോനെ. ഷംസോ, എല്ലാ പാമ്പിനെ പെരക്കാത്തേക്ക് തുറന്നുവിട്. സർക്കാർ ഓഫീസിൽ നിന്ന് ഒരു സാധനം എടുത്ത് മാറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടുത്ത സ്ഥലത്ത് തന്നെ ഒപ്പിച്ചിട്ടുണ്ട്. എവിടെ? മാഡത്തിന്റെ മേശപ്പുറത്ത്. എന്താ അവിടുന്ന് മാറ്റണോ? എന്നാ അലമാരിൽ വെക്കാൻ പറയാം. അതിനെ അവിടുന്ന് മാറ്റി അവിടെ ഉള്ളവരെല്ലാം പുറത്തിറക്കില്ലെങ്കിൽ തന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. യെസ് മാഡം. സർക്കാരെ ഏ അതിനൊന്ന് മാറ്റിത്തരൂ. ഏതിനെ?
ഇപ്പൊ അകത്തോണ്ട് വെച്ചല്ലേ ചെറിന്റെ സാധനം. അതിന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ പകുത്തുകൊണ്ട് വെച്ചത്? ആളുകൾ പുറത്ത് നിൽക്കുക, ഡ്യൂട്ടിക്ക് കയറണം. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ ഞാനെന്താ നിങ്ങളുടെ ബാലിക്കാരനെന്ന് വിചാരിച്ചോ? കുറച്ചു മുമ്പ് നിങ്ങളെ എന്താ വിളിച്ചത്? പാമ്പാട്ടി. അയ്യോ, അത് പാമ്പാട്ടിന്നല്ല, പാമ്പിന്റെ ഓണർന്നാ ഉദ്ദേശിച്ചത്. തൊപ്പി പോണ കാര്യമാണ്. ഈ തൊപ്പി പോയാ പോട്ടെ, പുതിയ ഞാൻ മേടിച്ചു തരാം. കൂടി പോയൊരു 15 രൂപ വരും. എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു കരിയില പറക്കാനുള്ള അനുവാദം പോലും എനിക്കില്ലെന്ന് കുറച്ചു മുമ്പ് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? ഒരു ഞാഞ്ഞുള്ള പിടിക്കണമെങ്കിൽ ആർടിയോടെ പെർമിഷൻ വേണം നിങ്ങൾ പറഞ്ഞില്ലേ? എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് എനിക്കൊരു മരം മുറിക്കാൻ വയ്യ, ഒന്ന് പാട്ട് പാടാൻ വയ്യ, മനസ്സമാനായിട്ട് ഒന്ന് സ്മോൾ അടിക്കാൻ വയ്യ. ഇതേ റിസീവർ വയ്ക്കുന്ന വീടല്ലേ, അവർക്കല്ലേ ഇവിടെ പരമാധികാരം. RDO വന്ന് പറയട്ടെ, അപ്പൊ പാമ്പിനെ പിടിച്ചു തരാം. അല്ല, പാമ്പ് വാടാ പോലീസ്. ഓ സോറി മാഡം, നേരിട്ട് പറഞ്ഞ അയാൾ എടുത്തോണ്ട് പോവും. ആളുകളൊക്കെ ഡ്യൂട്ടി കയറാതെ നിൽക്കല്ലേ. എന്നെ എന്തിനാണോ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഒരു കാര്യമില്ലായിരുന്നു. മിസ്റ്റർ മുകുന്ദൻ, മാഡം പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. മിസ്റ്റർ മുകുന്ദൻ, ആ പാമ്പിനെ എങ്ങനെയും പിടിച്ചു തരുമോ എന്നല്ലേ? പെണ്ണിന്റെ മനസ്സല്ലേ? IG ആയാലെന്ത്, കളക്ടർ ആയാലെന്ത്, പോയാൽ എവിടം വരെ പോകുന്നു ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? മര്യാദക്ക് ഞാൻ അതിനെ പിടിച്ചോണ്ടിരുന്നല്ലേ. അപ്പൊ പോലീസായി, പട്ടാളമായി, ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു? മാഡം എന്റെ വീട്ടിലൊരു അതിഥിയായിട്ട് വന്നിട്ടുള്ള ആളല്ലേ. അപ്പൊ മാഡത്തിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ട എന്റെ ഒരു കടമയും കൂടിയല്ലേ. ഞാൻ നോക്കട്ടെ. നിങ്ങളുടെ നോട്ടം കണ്ടാ തോന്നുന്നു ഞാനിതെന്തോ പാമ്പുകാരനായിട്ട് നേരത്തെ പറഞ്ഞുറപ്പിച്ച് പാമ്പൊന്നിന് 500 രൂപ എന്നേക്കാന്ന് പറഞ്ഞ് 2000 രൂപ കൊടുത്ത് 4 പാമ്പിനെ പിടിച്ച് അകത്തേക്കിട്ടാന്ന്. നിങ്ങൾക്കറിയാമോ, ഈ പറമ്പിലേ പണ്ട് പാമ്പും ഭദ്രാളിയൊക്കെ ഉണ്ടായിരുന്നതാ. പാമ്പത്തിൽ ലേറ്റായിട്ട് വന്നത് മാത്രം. ഭദ്രാളി ഒരു കാര്യം സോറി, RDO ഒരു കാര്യം ചെയ്യിച്ചല്ലേ. ഞാനൊന്ന് നോക്കട്ടെ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാനെന്താ ഇതിനെ പിടിക്കാതിരുന്നറിയോ? പിന്നെ ഈ RDO ഇത് തന്നെ പണിയാവും. ഇവിടെ എനിക്ക് പാമ്പ് ഒരുപാടുള്ള സ്ഥലമാണ്. പിന്നെ നമുക്ക് വേറെ പണിക്ക് പോകാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച സാറിന് പാമ്പിന് പേടിയാണെന്ന്. എന്തേ പാമ്പിനെ പേടിയാണെന്ന്? എനിക്ക് പേടിയാണെന്നാ? അയ്യടാ, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കോട്ടേഴ്സിൽ ചെന്നപ്പോ ഒരു വെള്ളിക്കെട്ടൻ അവിടെ നിന്ന് ഡാൻസ് ചെയ്യണ്. ഞാൻ ഈ വടിയങ്കെടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് ചൂണ്ടാണി വിരലുകൊണ്ട് അവനെ പൊക്കിയെടുത്ത് ലജ്ജാവതെ പാടിയവനാണ് ഞാൻ. പിന്നെ അല്ലേ മൂർക്കാൻ വണ്ടി കയറ. ഹലോ, കലക്കി. ഇൻഷുറൻസ് കറക്റ്റ് ആണല്ലോ അല്ലേ? ആരും കള്ളും കുടിച്ച് ബൈക്ക് വരുന്നില്ല സാറേ. 7:10 മണി കഴിഞ്ഞല്ലേ ബാർ അടയ്ക്കൂ. അത് കഴിഞ്ഞ് വന്നോളും. ആളുകൾക്കിടയില് എനിക്ക് നല്ല മതിപ്പല്ലേ. സാറിനെ ഭയങ്കര പേടിയാ സാറേ. സാറിന്റെ ചെല്ലപ്പേര് ഇടിയൻ ജോർജ്. ജോർജ്, ഇടിയൻ ജോർജ്. എങ്ങനെയുണ്ടടാ പേര്? താനാ ബോർഡ് കണ്ടോ? കണ്ടു സാർ. അതെന്താണെന്ന് മനസ്സിലായോ? ഇല്ല സാർ. അതാണ് ലവണ തൈലം. ലവണ തൈലം അതിനെ പറ്റി വല്ല അറിയാവോ? പറഞ്ഞുതരാം. ഇടോ, പ്രസവം കഴിഞ്ഞ് പെമ്പിള്ളേർക്ക് വയറ് വരാതിരിക്കാനും പ്രസവത്തിന് മുന്നും ആണുങ്ങൾക്ക് ശരീരത്തിന് ഭംഗി വരുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തൈലമാണ് ലവണ തൈലം. താൻ ആ ഫ്ലെക്സിന്റെ താഴെ ഇരിക്കുന്ന ലൈറ്റ് കണ്ടോ? കണ്ടല്ലോ. അത് ഇപ്പൊ ഔട്ട് ഓഫ് ഫോക്കസ് ആയതുകൊണ്ട് അതിനൊരു ഉജാറില്ല കാണാൻ. അതേസമയം അത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്കായിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ ആ ഫ്ലെക്സിന്റെ ആ ശോഭയുണ്ടല്ലോ, ലവണതലം മനസ്സിലായോ? സാറിന്റെ ബുദ്ധി അപാരം തന്നെ. താങ്ക് യു. സാർ, സാറിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനല്ല, പഠിപ്പിക്കാനുണ്ട്. നിന്നെ ഞാൻ പലതും പഠിപ്പിച്ചു തരാടാം. വണ്ടിയിലോട്ട് കയറ്, വണ്ടി എടുക്കടാ. ഒന്ന് മാറണേ, സീരിയസ് ആണ്. അയ്യോ അയ്യോ. എന്താ മിസ്റ്റർ മാനേഴ്സ് ഇല്ലാതെ? ഇല്ല ഡോക്ടർ, ഈ ചൊറിച്ചിലിനിടയിൽ ഞങ്ങൾ ഒന്നും കണ്ടില്ല. ഇനി എനിക്ക് ചൊറിയാൻ വയ്യ. ഇങ്ങനെ ചൊറിഞ്ഞ ആളില്ലാണ്ടോ ഇപ്പൊ ചൊറിയടോ. മിസ്റ്റർ, നിങ്ങൾ ഇങ്ങനെ ചൊറിയാതൊന്ന് അടങ്ങിയിരിക്കുക. അതാ എന്റെ ആഗ്രഹം. പക്ഷെ ചൊറിച്ചിൽ വന്ന ചൊറിഞ്ഞല്ലേ പറ്റൂ. പകരം തെറി പറഞ്ഞിട്ട് കാര്യമില്ലോ അല്ലേ? ഈ കണ്ട് ചൊറിയടോ. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഓർണമെന്റ്സ് ഒന്ന് അഴിച്ചു തരും. വേണ്ട, നിങ്ങളെന്താ ഓർണമെന്റ്സ് കഴിച്ചു വാങ്ങുന്നത്?
ചികിത്സക്കുള്ള ക്യാഷ് ഫീസ് ആയിട്ട് തരില്ലേ? നിങ്ങൾ എന്താ രോഗിയെ കൊള്ളയടിക്കാണോ? മൈൻഡ് യുവർ വേർഡ്സ്. ആ വേഗം അഴിച്ചു തരൂ. ഇതൊക്കെ ഒറിജിനൽ ആണെന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഡോക്ടറെ, പിഷാരടിച്ചേട്ടൻ ഇങ്ങനെ അപമാനിക്കരുത്. ഇത് തങ്കമാണ്, പത്തനമാറ്റ തങ്കം. മിണ്ടായിരടാ, വന്ന് കഴിച്ചു കുറിയടാ. ഈശ്വര, ഞെക്കി അങ്ങോട്ട് കൊന്നാലോ? ചങ്കൂട്ടി ചാകുന്നത് കാണാൻ വയ്യ. സിസ്റ്റർ അറിഞ്ഞെടുത്ത്. ഇതൊക്കെ വെറും മുക്കുവണ്ടങ്ങളാ. മുക്കുമണ്ടങ്ങളോ? ഞാനിത് വിശ്വസിക്കില്ല. കുറെ കാലമായി പിഷാരടി പൊന്നു കാണാൻ തുടങ്ങിയിട്ട്. അതെ അതെ, ഞാൻ ഓർത്തില്ലല്ല, വേദന. ഇത് മുക്കുവണ്ടങ്ങൾ അല്ലെങ്കിലേ ഇന്നത്തോടെ ഈ ഏർപ്പാട് ഞാൻ നിർത്തും. തുച്ഛമായ കാശിനെ ഫാൻസി കടകളിൽ നിന്ന് ലഭിക്കുന്ന ഇമിറ്റേഷൻ ഗോൾഡ് ആണിത്. എന്റെ ഭഗവതി, ചതിച്ചോ? ഒരച്ചൊരച്ച എന്റെ മാറ്റ് കളയണ്ട. പത്തര മാറ്റ് തനി തങ്കാത്. ഒരാളെ പോലെ 9 പേര് ഉണ്ടാവുന്ന വെറുതെ അല്ല, അതുകൊണ്ട് പേടിക്കണ്ട. അത് സ്വർണത്തിന്റെ അലർജിയാ. മണികണ്ട, ദൈവം നന്ദിയുള്ളവനാ. എന്നോട് പൊറുക്കണം. ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല. പിഷാരടിച്ചേട്ടന്റെ ബാങ്കിലെ ലോക്കറിൽ എല്ലാം സേഫ് ആയിട്ട് എന്നെ ഉണ്ട്. താങ്ക് യു. കർത്താവേ, ഈ ദാസനെ ആപ്പച്ചി പുറത്തേക്ക് വലിച്ചറിയാതെ കാത്തുകൊള്ളണേ. കേരള പോലീസിന് ഇത്രയധികം കാര്യക്ഷമതയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ പ്രൊട്ടക്ഷൻ ഇത്ര പെട്ടെന്ന് വീട്ടിൽ വന്ന് നടപ്പാക്കുമെന്നും വിചാരിച്ചില്ല. അതും സാറ് നേരിട്ട്. 2 സാധാ പോലീസ് മതിയായിരുന്നു. ഏയ്, ഹോം മിനിസ്റ്ററുടെ ഭാവി മരുമകന് സെക്യൂരിറ്റി സാധാ പോലീസ്, അത് ഞങ്ങളുടെ വകുപ്പ് മന്ത്രി അപമാനിക്കില്ലല്ലേ? പതുക്കെ പതുക്കെ. അത് പിന്നെ സാറേ, വീടിനകത്ത് കയറിയുള്ള സംരക്ഷണം ഒന്നും വേണ്ട. ഇത് സ്ത്രീകളുള്ള വീടാ. ഓ, You got it? If you don't know how to behave, I will teach you. I will teach you. ജോർജി, Stella. ജോർജി, നീ എവിടെയായിരുന്നു? നിന്നെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഒന്ന് ഫോൺ പോലും ചെയ്യാതെ. ഒന്നും പറയണ്ട പെങ്ങളെ, ഒരുപാട് പ്രശ്നങ്ങളായിരുന്നേ. നീ നാട്ടിലെത്തിയിട്ട് നേരം കുറയായി അറിഞ്ഞു. എന്താ വീട്ടിലെത്താൻ വൈകിയത്? അത് പിന്നെ ലോഹയുടെ അത് അപ്പച്ചിയുടെ മുമ്പിൽ എങ്ങനെ ഞാൻ എന്താ ലോഹ? ദേ, ഇത് ഞങ്ങൾ വീട്ടുകാരെ തമ്മിലുള്ള സ്വകാര്യ. അങ്ങനെ വിട്ടാ പറ്റില്ല. ജോർജി, ഇതാണ് പോലീസുകാരെ വീട്ടിൽ കയറ്റാനുള്ള കുഴപ്പം. കേറി അങ്ങോട്ട് നീയാത്തോ സാർ പുറത്തോ എന്തീ കാണിക്കുന്നേ? Don't touch the body. No relation with the family. I told you na. Out. അപ്പച്ചൻ വന്നിട്ട് പോവാം. അപ്പച്ചി ഇവിടെ ഇല്ലേ? ആഹാ, അത് ശരി. ആണുങ്ങളില്ലാത്ത സമയത്ത് എവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങ. ഔട്ട്. ഞാൻ ഹോം മിനിസ്റ്ററോട് കംപ്ലൈന്റ് ചെയ്യും. ജോർജി, ഇതെന്റെ ഹോമിലെ മിനിസ്റ്ററാ. എന്റെ കെട്ടിയോനാ. ദാ നോക്കി. ഇതപ്പോ 1.5 മാസം മുമ്പ്. So fast. പെങ്ങടെ കല്യാണം അറിയാത്ത ലോകത്ത് ആദ്യത്തെ ആങ്ങളെ ഞാനായിരിക്കും. സോറി അളിയ. ദേ, ഇവന്റെ ചമ്മല് കാണാൻ നല്ല രസമുണ്ടല്ലേ? നീ അറിഞ്ഞ പള്ളിയിൽ അച്ഛനാകാൻ പോയ ആങ്ങളെ ഇപ്പം പിള്ളേരുടെ അപ്പച്ചി വന്നു. അപ്പച്ചി പേടിപ്പിക്കും. അയ്യോ അപ്പച്ചി ഒരിക്കലും മറ്റേ കാര്യം അറിയരുത് അളിയ. പ്ലീസ്. അപ്പച്ചി ഇങ്ങോട്ട് വാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പക്ഷെ ശവത്തെ കുത്തരുത് അപ്പച്ചി. തള്ളയില്ലാണ്ട് വളർന്ന കുട്ടിയല്ലേ ഞാൻ. അപ്പച്ചി അവനെ വഴക്ക് പറയരുത്. അതേന്നെ, ആക്ച്വലി എന്തായിരുന്നു വിശദീകരണം വേണ്ട. ഡോക്ടർ ആകാനും എഞ്ചിനീയർ ആകാനും നിർബന്ധിച്ച് പറഞ്ഞു വിടുന്ന പോലെ ഒരു വൈദികനാകാൻ പറ്റില്ലെന്ന് എനിക്ക് വൈകിയാ മനസ്സിലായത്. അതിന് ദൈവവിളി വേണം. വളരെ ശരിയാ. ആ വിളി വന്നില്ല. ദൈവം എന്നെ ചതിച്ചു. യവനൊക്കെ പള്ളിയിലച്ഛനായിട്ട് വന്ന ആ ഇടവകക്കാരുടെ ഒരു അവസ്ഥ. പാകിസ്ഥാനിക്കൊരു ബൈബിള് വായിക്കില്ലട്ടാ. കുഞ്ഞച്ചാ, എന്തോ
ഇനി ഇവൻ ഏതെങ്കിലും ഏടാകൂടത്തിൽ ചെന്ന് ചാടുന്നതിന് മുമ്പ് ഇവന്റെ കല്യാണം നടത്തണം. ഞാനത് പറയാനിരിക്കുകയായിരുന്നു. നമ്മുടെ ചാലിശ്ശേരി ജേക്കബിന്റെ മോളെ നല്ല കുട്ടിയാ. പല പല നല്ല ആലോചനകളും ആ കുട്ടിക്ക് വരുന്നുണ്ട്. ശരിയാ, അവള് മിടിക്കുക. നല്ല ദൈവഭയമുള്ള കുടുംബവും. കുഞ്ഞച്ചാ, താൻ ഒരു വിവരം അറിയിക്കേ. ചെറുക്കൻ നാളെ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞേക്ക്. കർത്താവേ, കുരുക്കിൽ നിന്നും കുരുക്കിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. സെമിനാരിന്ന് ചാടിന്നും വെച്ച് ഈ അവസ്ഥയിൽ എന്നോട് റിവെഞ്ച് എടുക്കരുത്. ആ കുരുക്കഴിയണമെങ്കിലേ അപ്പച്ചിയോട് കാര്യങ്ങൾ തുറന്നു പറയണം. മാതാവേ, നീയാന്ന് വിചാരിച്ചു കാക്കണേ. എങ്ങനെ പറയാനാ? സെമിനാരിന്ന് ചാടി പോകുന്നതിന്റെ ദേഷ്യം മുഴുവൻ ഉള്ളിച്ച് നടക്കുക. പോരാത്തതിന് ഒരു ഹിന്ദു പെൺകുട്ടികളുടെ അടുപ്പം കൂടി നിറഞ്ഞ ആ പെങ്കുച്ചുമായിട്ടുള്ള ബന്ധം അത്രയ്ക്ക് സീരിയസ് ആണോ? പിന്നെ കർത്താവ് പ്രണയം പന പോലെ വളർത്തി കളഞ്ഞില്ലേ പെങ്ങളെ? എങ്കി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ശേഷം അപ്പച്ചി അറിഞ്ഞാ മതി. വാവ്, വാട്ട് ആൻ ഐഡിയ. പക്ഷേ മീനാക്ഷി മന്ത്രിയച്ഛന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയല്ലേ കാര്യം നടക്കൂ. അച്ഛനളിയോ, നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെങ്കിൽ ആരെതിർത്താലും നമുക്ക് കൊണ്ടുവരാം. കർത്താവേ, നീ അളിയന്റെ രൂപത്തിലോ? എന്തോ ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരും മാറിക്കോ. നീ പോലെ ഇതിലുള്ള മരുന്നൊക്കെ എടുത്തു വെച്ചേ. ഞാനപ്പോഴേക്കും ബോംബ് ചെക്ക് ചെയ്യട്ടെ. ഇതാണ് പിടിച്ചു. ഓടിക്കോ. ആശാനെ, എഴുതിയ മരുന്ന് മുഴുവനുണ്ട്. അതെ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊണ്ടുവരാം. ഇപ്പഴാ സമാധാനം ഏത്? നീ ബില്ല് കൊടുത്താലേ എനിക്ക് സമാധാനാവും. അതൊന്നും നീ പേടിക്കണ്ട. എന്നാ കൊടുത്ത ഇത് എന്നാ ചതിച്ചടാ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കാശാണെന്ന് കരുതി എടുത്തത് ഇതായി പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? മാനേജർ ഇത് അവിടെ ഒന്ന് നോക്കുന്നുണ്ട്. ഒരു വഴിയുണ്ട്. എവിടെടാ നിന്റെ RC ബുക്ക്? ലൈസൻസ്? ടാക്സ് അടച്ചിട്ടുണ്ടോ? അടച്ചിട്ടുണ്ട് സർ. എവിടെക്കാ നിങ്ങൾക്ക് പോണ്ടത്? നടക്കാവ്. നടക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ, നടന്നോളൂ. ഇവനെ വണ്ടിയെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിരിക്കുക. സർ, എന്റെ മീറ്റർ കാശിങ് തന്നിട്ടു. എന്തിനാ സാർ എന്നെ കസ്റ്റഡിയിൽ? എന്താ പേര്? ശ്രീകൃഷ്ണ. ഓട്ടോയുടെ പേരല്ല, നിന്റെ പേരാ ചോദിച്ചത്. ഓട്ടോയുടെ പേര് തന്നെ സാർ. എനിക്ക് എന്താ നിങ്ങൾ ഇരട്ട പറ്റാണോ? ഓർമ്മയില്ല സാർ. ഷട്ട് അപ്പ്. ഇതെന്തോന്നിത്? ഓവർകോട്ടോ? നീ ആര്, വക്കീലോ അതോ ഡോക്ടറോ? അതൊരു നീണ്ട കഥയാണ് സാർ. ഒറ്റയടിക്ക് നിന്റെ കഥ ഞാൻ കഴിക്കും. ഊരടാ. എടാ, ഈ കുപ്പായത്തിന്റെ പേര് നിനക്കറിയാമോ? യൂണിഫോം, അതായത് ജോലി കുപ്പായം. അടിക്കുപ്പായ ഊര്. ഊരടാ. ഇനി അച്ഛനും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചത് അങ്ങോട്ട് ഇട്ടോളൂ. അവര് മരിച്ചിട്ടില്ല സാർ. അവര് മരിച്ചോളൂ. എടാ, ഈ കുപ്പായം എനിക്ക് കിട്ടാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? ഈ കുപ്പായത്തിന്റെ വില നിനക്കറിയാമോ? വില എത്രയായിരുന്നാലും തരാനിപ്പോ എന്റെ കാശില്ല സാർ. ശരിക്കും ഇല്ലേ? ഇല്ല സാർ. ഓഹോ. ആ വടിയും എടുക്കടാ. തൂത്തുപടക്കാതെ എടുക്കടാ. എടുക്കടാ സാർ. വടി ഇനി വടിയില്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എടുക്കടാ. എടുക്കുന്നു, വീഴുന്നു, എടുക്കുന്നു, വീഴുന്നു, എടുക്കുന്നു. ഹായ് കുല. വിടില്ലണ്ടി.
മുഴുവൻ തമ്പി. What the hell, man? എന്താ ഇവിടെ എല്ലാം ഇറങ്ങുള്ളില്ല നോക്കണ്ട. ആരാ നിങ്ങളോട് ഇതിനകത്ത് കയറാൻ പറഞ്ഞത്? ചോദിച്ചിട്ടില്ലേ ആരാ നിങ്ങളോട് ഇതിനകത്ത് കയറാൻ പറഞ്ഞത്? കയറാൻ പറഞ്ഞ ഞാനാ, അത് ചോദിക്കാൻ താനാരാ? ആഹാ, ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഞാൻ ആരാന്ന് ചോദിക്കാൻ നീ ആരാടാ? എടാന്നാ, എടാ നിന്റെ അച്ഛൻ. എന്റെ അച്ഛനെ പറഞ്ഞുണ്ടല്ലോ. എന്താ നിന്റെ അച്ഛൻ ഇല്ലേ? അച്ഛൻ മരിച്ചിട്ട് അടിയന്തരം കഴിഞ്ഞുള്ളൂ. മരിച്ചു പോയ എന്റെ അച്ഛനെ പറയോടാ. എന്തിനാടാ ബഹളം വെക്കുന്നത്? ആരാ ഇത്? അത് ചോദിച്ചപ്പോ അവൻ എന്റെ മെക്കിട്ട് കയറുന്നു. കണ്ടാ തന്നെ അറിയില്ല ഏതോ അത്തപ്പാടിയാന്ന്. വല്ല നക്കാപ്പേച്ചും ചോദിച്ചു വന്നായിരിക്കും കൊടുത്തയച്ചേ. ആഹാ, ജോലി അന്വേഷിച്ച് വന്നതായിരിക്കും. ഒരു പണി, തൊഴുത്തിലൊരു വേക്കൻസി ഉണ്ട്. തൊഴുത്തിലോ? വേണ്ട, കക്കൂസ കഴുകാൻ ആള് ഞാൻ ആരാന്നാ നീ വിചാരിച്ചത്? ഞാൻ ആരാന്നോ? നീ എന്തിനാ ചെറിയ കാര്യത്തിന് കത്തിയെടുക്കണത്? കടിച്ചിട്ട് മാന്തിയതാണ്. ആ പാവം പേടിച്ചിട്ടുണ്ടാവും. മാഡം, സംഗതി വളരെ സീരിയസ് ആണ്. മാഡം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മെയിൻ ഡോർ വെട്ടിപ്പൊളിച്ച് ഒരു ഗ്യാങ് തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ ചെന്ന പോലത്തെ ഒരു വലിയ വാളെടുത്ത് ആക്രമിക്കാൻ വന്നു. വേറൊരു തലയിൽ ഒരു കത്തിയെടുത്ത് തന്നെ കുത്താൻ വന്നു. എന്റെ പൊന്നു മാഡം, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ചിലപ്പോ അവന്മാരുടെ തോക്കോ ബോംബോ വല്ലതും ഉണ്ടെങ്കിലോ. പോലീസിനെ വിളിക്കും മാഡം, അതാ ബുദ്ധി. പ്ലീസ് മാഡം. ഹലോ, പോലീസ് സ്റ്റേഷൻ. യെസ് മാഡം. സാറ് ക്വാർട്ടേഴ്സിലാണ് മാഡം. ഹൈക്കോടതിയിൽ പോയാൽ പോലും എന്റെ FIR-ൽ പഴുത് കണ്ടെത്താൻ പറ്റില്ല. അതാണ് FIR സുന്ദരേശൻ. സാർ ഈ കേസിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രക്ഷിക്കാനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. വലിയ ഉപകാരം സാർ. സുന്ദരേശൻ വാങ്ങാറില്ല, കൊടുക്കാറേ ഉള്ളൂ. നിനക്ക് പാട്ട് പാടാൻ അറിയാമോ? ലജ്ജാവതി. അറിയില്ല സാർ. സാറിയില്ല, ഞാൻ പഠിപ്പിച്ചു തരാം. പാട്ട് മാത്രമല്ല, ഡാൻസും പഠിപ്പിച്ചു തരാം. സമയമുണ്ടല്ലോ. ആരുടെ ഈ സമയത്ത് ബെല്ലടിച്ചേ? പോലീസ് കോട്ടേഴ്സ് റൈഡോ? താഴെ ഇരുന്നേ, ഞാൻ നോക്കിട്ട് വരാം. എന്റെ അമ്മ ഇവിടെ എന്താണ്? അത്യാവശ്യമായിട്ടൊരു പീഡന കേസിന്റെ ഫയൽ നോക്കാൻ സമ്മതിക്കില്ലേ? ഓഫീസിൽ വെച്ച് നോക്കിയത് ആനോ ചോർത്തും. അതുകൊണ്ട് ആരും അറിയാതെ രഹസ്യമായിട്ട് കോട്ടേഴ്സ് വെക്കാന്ന് വെച്ചത്. അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഫുൾ ഡേ ലീവ് ആണെന്ന് തനിക്ക് പറയാൻ പറഞ്ഞില്ലേ? ലീവ് ക്യാൻസൽ ചെയ്ത് ഫോഴ്സ് ആയിട്ട് ചെല്ലാൻ പറഞ്ഞു മാഡം. ചൂടായിട്ടിരിക്കുക. ഗോപി എന്താ തുണി മാറ്റാൻ സമ്മതിക്കില്ലേ? പുറത്തേക്ക് പോടോ. ഇനിയിപ്പോ ഈ ഫയൽ എങ്ങനെ ക്ലോസ് ചെയ്യാ? തൽക്കാലം ഈ ഡോർ ക്ലോസ് ചെയ്യാം. അയ്യോ, ഈ സമയം കൊണ്ട് അവിടെ വല്ല TV ചാനലിൽ ഇന്റർവ്യൂ ആയിട്ട് കൊടുക്കോ? എക്സ്ക്യൂസ് മീ, സാർ അങ്ങോട്ട് പോകുന്നു. വെളിയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വെളിയിൽ പോയായിരിക്കും. ചിലപ്പോ കഴിച്ചു വരും. സാധ്യമല്ല. യു കാൻ ഗോ എനിവേ. സാർ ഇപ്പോൾ എന്റെ കസ്റ്റഡിയിലാണ്. കൃത്യം 1:30 മണിക്ക് വരണത്തും 1:50 വധു, 2 മണിക്ക് കല്യാണം. അതുവരെ സാർ എങ്ങും പോകരുത് പ്ലീസ്. സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ എത്തിച്ചേരും. എന്തും വാട്ട് എവർ യു വാണ്ട്. എന്നാ ഇത്തിരി മുറുക്കാൻ വാങ്ങിച്ചോട്ടോ. That's a silly matter, man. No problem. Only മുറുക്കാന്. പിന്നെ ഇതും palm oil 250 gram, ഉലുവ 100 gram, കായം 2 പെറ്റി, വെളുത്തുള്ളി 250 gram, full bottle Triplex from അല്ലെങ്കിൽ ആ പായിന്റെങ്കിലും. What a silly guy. What a bloody bullshit, man. എന്റെ സർക്കാരെ, നമ്മുടെ ഈ നമ്പ്യാർ സാറ് ആളൊരു നീറ്റ് പാർട്ടിയാ. സർക്കാർ എന്ന് പറഞ്ഞ ജീവനാ. സർക്കാർ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഈ നമ്പ്യാർ സാറാ. സർക്കാരിന്റെ ലാർജ് വേണോ സ്മോൾ വേണോ? എനിക്ക് വേണ്ട, ഞാൻ നിർത്തി. ഇന്ന് മുതല് ഞാൻ ഡീസന്റാ. ജയിലിൽ മാറ്റടിക്കുന്ന ആളാ ഡീസന്റ് എത്ര? അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആർക്കും ഡീസന്റ് ആവാൻ പറ്റൂല. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഡീസന്റ് ആവാനൊക്കെ പറ്റും. അതിനെ വിൽ പവർ വേണം, വിൽ പവർ. നിനക്കൊന്നും അത് പറഞ്ഞിട്ടില്ലടാ. എന്നാ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചേർന്ന് എന്നോടല്ലേ ഞാൻ പറഞ്ഞത്? ഇന്ന് മുതൽ ഞാൻ നിർത്തിന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? മലയാളത്തിലല്ലേ എന്നോട് ഞാൻ പറഞ്ഞത്? ഒരു മനുഷ്യൻ ഡീസന്റ് ആവാന്ന് വെച്ചാ അതിന് നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ? അപ്പൊ ഇതാണ് ഡീസന്റ്. പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയതല്ലേ? വ്യാജൻ ഇറങ്ങാൻ കുറച്ച് വൈകും. ഒഴിയടാ 3 എണ്ണം. എന്നാ ഞാനും ഇന്ന് മുതൽ ഡീസന്റ് ആകാൻ പോവാണ്. ഇത് നടത്തി വെച്ചിട്ട് എന്നെ ഡീസന്റ്. നീ ഡീസന്റ് ആവോ? കുമാര, ഒരു ദുഃഖം ഉണ്ടെങ്കിലേ സുഖമുള്ളടാ. ഒരു കയറ്റം ഉണ്ടെങ്കിലേ ഒരു ഇറക്കം ഉണ്ടാവൂ. ഒരു നോട്ടുണ്ടെങ്കിലേ ചില്ലറ ഉള്ളൂ. നമ്മളെ പോലെ ജയിലിൽ കിടന്നവരൊക്കെ മഹാമാരാവുമെന്ന് പണ്ടൊരു മഹാൻ പറഞ്ഞു. എത്ര ശരിയാണല്ലേ? ലാലാ ലജപത് റായ്, താന്തിയ തോക്കി, ബാലഗംഗാധര തിലകൻ. ഈ ബാലനും ഗംഗാധരനും തിലകനൊക്കെ ഒരുമിച്ചാണ് കിടന്നത്. പിന്നെ അതിലെ തിലകനല്ലേ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കണത്. പക്ഷെ ഇവരൊക്കെ മോട്ടിച്ചിട്ടല്ലല്ലോ ജയിലിൽ പോയത്.
അത് ഓർക്കുമ്പോഴാ ഒരു വിഷമം. എടാ കുമാര, നമ്മൾ എത്ര വലിയവരായാലും നമ്മൾ നമ്മുടെ സർക്കാരിനെ മറക്കാൻ പാടില്ല. ആര് തരൂടെ ഇതൊക്കെ നമുക്ക്? ഞാൻ വലിയ പണക്കാരനായ എന്നെ പഠിപ്പിച്ച് വലിയ ആളാക്കാൻ വേണ്ടി അമ്മ പണയം വെച്ച വീട് ഇന്ന് ജപ്തിയിലിരിക്കുക. അതെനിക്ക് തിരിച്ചെടുക്കണം. നീ എത്ര വരെ പഠിച്ച്? 2ാം ക്ലാസ് വരെ. 2ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴേക്കും വീട് ജപ്തി ചെയ്താ? ഒരു മോൻ 2ാം ക്ലാസ് തന്നെ 15 കൊല്ലം പഠിച്ച ടാറ്റ വരെ തേണ്ടി പോകും. വെറുതെ അല്ല എന്റെ അമ്മേനെ പഠിപ്പിക്കാതിരുന്നത്, വീട് പോയാനേ. പക്ഷേ എന്റെ ആഗ്രഹം അതല്ലടാ. എന്റെ ഒരേ ഒരു പെങ്ങൾ നന്ദിനിക്കുട്ടിയുടെ കല്യാണം പട്ടുസാരി ഉടുത്ത് തലയിൽ മുല്ലപ്പൂ ചൂടി സ്വർണ്ണാഭരണ വിഭൂഷയായി കതിർ മണ്ഡപത്തിൽ സുന്ദരനായ ഒരു രാജകുമാരന് കൈപിടിച്ചു കൊടുത്ത്. തീർത്ത് രാജകുമാരന് കൈ പിടിച്ചു കൊടുക്കാൻ വരട്ടെ. നിന്റെ പെങ്ങളെ കണ്ട് കാണാൻ. താടി മീശം വടിച്ച ഡിറ്റോ ഞാൻ തന്നെ. അപ്പൊ കല്യാണം നടന്നു തന്നെ. ആ കല്യാണം ഞാൻ നടത്തും. സർക്കാർ ജയിലിൽ വെച്ച് എനിക്കത് എസ്റ്റേറ്റ് വിറ്റിട്ടാണെങ്കിലും ഞാൻ ആ കല്യാണം നടത്തും. എങ്ങനെ സർക്കാർ എനിക്ക് തന്ന എസ്റ്റേറ്റ് വിറ്റിട്ടാണെങ്കിലും നീ നിന്റെ പെങ്ങളുടെ കല്യാണം നടത്തല്ലേ? സർക്കാർ എനിക്ക് ആ എസ്റ്റേറ്റ് തരാന്ന് വാക്ക് പറഞ്ഞതിന്റെ പേരില ആ എസ്റ്റേറ്റ് നടാൻ വാലിലെ ഊതും ഞാൻ വാങ്ങിച്ചു തരാം. എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയിട്ട് നീ ആ എസ്റ്റേറ്റിൽ ഊതണ്ട. എടാ, 3 ഹോട്ടലിൽ സർക്കാർ എനിക്ക് തന്നില്ലേ? നിനക്കാൻ അവിടുത്തെ പണി അറിയാലോ. പ്ലേറ്റ് എഴുതി. എനിക്ക് ആ ഹോട്ടൽ വേണ്ട, നീ എടുത്തോ. പക്ഷേ ആ എസ്റ്റേറ്റിൽ വാലിലെ ഊതും ഞാൻ തട്ടിരിക്കും. നിന്റെ വാലിലെ നീ വാലിൽ ഇട്ടാ മതി. പുളുത്തണ്ട. നടത്തോടാ. നിന്നെ ജയിലിൽ പോയാലും ശരി എന്റെ പെങ്ങളുടെ എന്താ ഒരു ബഹളം? മാനേഷിനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. സർക്കാരല്ലേ പറഞ്ഞ ആ എസ്റ്റേറ്റ് എനിക്ക് തരാന്ന്. അതെ, സർക്കാർ ഇരിക്കുന്ന എസ്റ്റേറ്റിൽ ഇവൻ എന്നെ കൊണ്ട് വാലിലും നടിപ്പിക്കുമെന്ന്. എടാ, എസ്റ്റേറ്റ് മാത്രമല്ല, എസ്റ്റേറ്റ്, ഹോട്ടല്, പെട്രോൾ പമ്പ്, സിനിമാ തിയേറ്റർ, ബസ് സർവീസ്, ഇതൊക്കെ നാളെ മുതൽ നമ്മൾ ഒന്നിച്ചല്ലോടോ എൻജോയ് ചെയ്യാൻ പോണത്. യെസ് മാഡം. താഴെ താഴെ താത്തി പിടിക്കടാ. പച്ചമുളക തീരെ ചെറുതാ. സർക്കാര് തീരെ ചെറുതായി പോയില്ലേ? ചെറുതായി. കുമാര, എന്തോ നമ്മൾ ഈ വീട്ടിൽ എത്ര പേര്? നമ്മൾ 3 പേര്. പിന്നെ എന്തിനാണ് ഇത്രയധികം ജോലിക്കാര്? ഒരു സർക്കാർ സ്ഥാപനമായ ഓഫീസ് സ്റ്റാഫ്, ടൈപ്പിസ്റ്റ്, സ്റ്റെനോ, PA, സൂപ്രണ്ട്, ജയിലർ, വാർഡർ ഒക്കെ വേണ്ടേ? കോളിംഗ് ബെല്ലടിച്ചാ നോക്കാൻ ഇവിടെ വേറെ ആളുണ്ടാ. കുമാര, ആരാ നോക്കി? അയ്യേ, ഇതെന്താ ഇറച്ചി? അല്ലെങ്കിൽ ഇതുപോലെ ആയി പോയില്ല. RDOയുടെ കസ്റ്റഡിയിലുള്ള ബംഗ്ലാവിൽ അതിക്രമിച്ച് കയറാൻ ആരാണ് നിനക്ക് അധികാരം തന്നത്? നീയൊക്കെ നിയമം കയ്യിലെടുക്കും അല്ലടാ. ഇടിച്ചതിന്റെ എല്ലായിടത്തും ലജ്ജാവധി പാടിക്കളയും. ആരാ ഇവിടെ? ഓ, സർക്കാരാ. താനെന്നാണ് ഇവിടെ ചാർജ് എടുത്തത്? 2 മാസമായി. അറിയില്ലേ? FIR സുന്ദരേശൻ. ഇത് കള്ളൻകുമാരൻ, ഇത് പൂട്ടുറുമീസ്. ഏത് പൂട്ടും നടക്കുന്ന ഉറുമീസേ? എവിടെയുണ്ടോ ലൈഫ് ബോയ് അവിടെയുണ്ട് ആരോഗ്യം എന്ന് പറഞ്ഞ് നീ ടിവിയിൽ ഒരു പരസ്യം കണ്ടിട്ടില്ലേ? അത് ഈ സുന്ദരേശനെ കണ്ടിട്ട് ഉണ്ടാക്കിയതല്ലേ? എവിടെയുണ്ടോ പീഡനം അവിടെയുണ്ടോ സുന്ദരേശൻ. അതായത് ഏതെങ്കിലും ഒരു VIP പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണിനെ പീഡിപ്പിക്കണം തോന്നിയാൽ സുന്ദരേശൻ ആദ്യം അവിടത്തേക്ക് സ്ഥലം മാറ്റും. പീഡനം നടന്നതായിട്ട് ആരെങ്കിലും ആരോപണം ഉയർത്തിയാൽ പീഡനം ആരോഗ്യ ചികിത്സയും, പെണ്ണിന്റെ പ്രായം 20-ന് മുകളിലാകും അല്ലെങ്കിൽ ആക്കും ഈ സുന്ദരേശൻ. അതല്ലേ FIR സുന്ദരേശൻ. നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു. സർക്കാരെ, ഒരു മിനിറ്റ്. പീഡിപ്പിക്കാനാണ്. ഫസ്റ്റ് ഇയർ ആണല്ലേ? അതെ. തോന്നി. എന്താ പേര്? അർജുൻ. തോന്നി. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? എന്റെ പേരുണ്ട്. എന്താ എന്റെ പേര്? എനിക്കറിയില്ല. ലാലി. എങ്ങനെ? ലാലി. മിടുക്കൻ. ശരി. അപ്പൊ നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിക്കാം. ഞാനിപ്പോ കുടിച്ചുള്ളൂ. എന്റെ ഒരു സന്തോഷത്തിന് കാപ്പി കുടിക്കണം. അയ്യോ, ഞാനിപ്പോ കുടിച്ചുള്ളൂ. പ്ലീസ് ഡാ, ഒരു ഉഗ്രം കാപ്പി. അല്ല, ലാലി കുടിക്കുന്നില്ലേ? അർജുൻ കഴിക്കി. അതാണ് എന്റെ ഒരു സന്തോഷം. എന്തെങ്കിലും ഒന്ന് കഴിച്ചാലോ? അയ്യോ, വേണ്ട. പിന്നെ 2 പൊറോട്ടയും 3 ഇറച്ചിയും കഴിച്ചു ആരും തല്ലുകൊല്ലാന്ന് പോണില്ല. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. എന്റെ ഒരു സന്തോഷത്തിന് 2 പൊറോട്ട, ഇത്തിരിക്കോളം ബീഫും. എങ്ങനെയുണ്ട്? നന്നായി. അപ്പൊ ഒരു ചിക്കൻ ഫ്രൈ കൂടി കഴിക്കാം. അയ്യോ, വേണ്ട. എന്റെ ഒരു സന്തോഷത്തിന്
ഒരു ചിക്കൻ ഫ്രൈ ലെഗ് പീസ് തന്നെ വേണേ. ഈ ലെഗ് പീസ് ആവുമ്പോ കടിച്ച് വലിച്ചൊക്കെ തിന്നല്ല. ഇതൊക്കെ ഇപ്പൊ പ്ലേറ്റിലായ എന്താ ബില്ലേ? എന്റെ ഒരു സന്തോഷത്തിന് ഇത് മോൻ തന്നെ കൊടുത്തേക്ക്. തന്റെ സന്തോഷത്തിന് ഞാൻ എന്തിനു കൊടുക്കണം? മോന്റെ പേരെന്താ? അർജുൻ. പേര് അർജുൻ എന്നാണെങ്കിലും തീറ്റ ഭീമൻ കേട്ടോ. ഇതെന്റെ ക്യാൻറ്റീനാ. ഞാനാ മുതലാളി, ഓണർ, പ്രൊപ്പറേറ്റർ, കോൺട്രാക്ടർ. തിന്നാ പാപം, കാശ് കൊടുത്താ തീരും. ഇതാ ക്യാൻറ്റീൻ നിയമം. ഒന്നും അറിയില്ല. 88 രൂപയാ. ഇവിടെ 2 പൊറോട്ട. എന്റെ ഒരു സന്തോഷത്തിന് ഒരു തട്ടുന്നു പാട്ടയ്ക്ക് മൂടുണ്ടാണ്. പുതിയ പാട്ട കയ്യിലെങ്കിലും തട്ടലെണ്ണ മുറിഞ്ഞ സെപ്റ്റിക്കാവും. എന്നാ പഞ്ചാര അര, റവ മുക്കാല്, മല്ലി വേണ്ട, ഉള്ളി മതി. ഇനി എന്തെങ്കിലും അല്ലേ വേണ്ട. എന്തിനാണ് ഇത് കളഞ്ഞത്? ചുണ്ട് പൊള്ളുന്നവരെ വലിക്കുന്നവനാ. സാമ്പത്തികം ഒരുപാടായോ? പോലീസ് പോലീസ് ഇടവാടാ. നീയല്ലടാ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മോഷ്ടിച്ചത്? അന്നത്തെ സാഹചര്യം അങ്ങനെ പോയി. അതുകൊണ്ടാ. നീ ആരാ? കൂട്ടുകാരനാ. ഓ, അപ്പൊ ഒരുമിച്ചാ? ഇവിടെ കൊണ്ടുവന്ന് ജീപ്പി കയറണ്ടായോ? കിട്ടോ? പോലീസ് വിളിച്ചോണ്ടാ. എന്നെ അവരുടെ കണ്ണിപ്പെടാഞ്ഞ ഭാഗ്യം. ഇനി മണികണ്ഠൻ എവിടെയാ പോലും. നമ്മൾ ചെന്ന് അവന്മാരെ ഇറക്കി വിടൂ. പിന്നെ ഇറക്കി വിടാതെ അങ്ങനെ കള്ളന്മാരെ മൊത്തം പൂട്ട് കഴിഞ്ഞാൽ സ്റ്റേഷൻ അറിയാലേ. അതെ, ഇപ്പഴാ ഓർത്തത്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, എനിക്ക് സ്റ്റേഷനിൽ കയറിക്കൂടാ. എന്തിനാടാ നീ പേടിക്കണേ? രാവിലെ എഴുന്നേറ്റ് നീ കുളിച്ച് ഓന്നമഹാന്ന് പറയാറില്ല. നഗ്മയല്ല നമഹ. അത് തന്നെ, അത് മതി. ദേഹശുദ്ധി അല്ല വലുത്, മനഃശുദ്ധി അല്ലേ? അതെനിക്കും ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നേ? ഏതായാലും പോലീസ് കേൾക്കുന്നുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്. അവന്മാരെ ഒന്ന് രക്ഷിച്ചു തരാൻ പറ. വേറൊന്നും വിചാരിക്കരുത്. സത്യമായിട്ടും ഇന്ന് വെള്ളിയാഴ്ച ദിവസമായണ്ട. ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ധൈര്യം ഇല്ലെങ്കിൽ നീ ഇവിടെ വന്നോ, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ. പിടി കിട്ടിയ ഒന്നും വരികയല്ലേ. നടന്നാ മതിയായിരുന്നു. പ്രേമലൂഷാന്റെ കൂട്ടുകാരനല്ലേ? ആശാന്റെ 2 ശിഷ്യന്മാരെ ഇവിടുത്തെ CI വെറുതെ പിടിച്ചോണ്ട് ഇട്ടേക്കുക. ഒന്ന് പറഞ്ഞ് തരപ്പെടുത്തി പറഞ്ഞു വിടാവോ? ആ CI ഒരു ചൂടത്തിയാടൂ. എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല. വേറെ കേസുണ്ടല്ലോ. അല്ല, അത് ഞാൻ പറയുന്നേ. ഇയാളൊക്കെ എന്തിനു നടക്കുന്ന? ഇയാൾക്ക് പേടിയായിരിക്കും. വേറെ വല്ലവനും ഉണ്ടോ നോക്കട്ടെ. ഞാനാണോ സാറേ? സാധനം മുറക്ക് തീരുന്നുണ്ട്. പക്ഷേങ്കിലേ അതിനുള്ള പൈസ നമ്മളെ പെട്ടിയിലേക്ക് വരുന്നില്ല. ഇങ്ങനെയാണ് കച്ചവടം പൂട്ടുണ്ടാകേണ്ടത്. ആരുണ്ട് ഈ പുതിയ ഓട്ടോ? എനിക്കറിഞ്ഞൂടാ. വരുന്ന വഴിയായിരിക്കും. അതെ, ഇപ്പൊ വന്നേ ഉള്ളൂ. പുതിയ വണ്ടിയായിരിക്കും. അതെ, നമ്മളെ മനസ്സിലായില്ല. പേരെന്താ? സുരേഷ്. സുരേഷ്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. നല്ല കണ്ടീഷൻ എഞ്ചിൻ, നല്ല ട്യൂണിങ്. ഫസ്റ്റ് ഗിയർ ഇട്ട് എടുത്തോണ്ട് പോണ. എടുത്തോണ്ട് പോവാൻ പറഞ്ഞ മനസ്സിലായില്ലേ? വണ്ടി എടുത്ത് മാറ്റാൻ. എവിടെ എടുത്തോണ്ട് പോവാൻ? ഈ സ്റ്റാൻഡിൽ കിടന്ന് ഓടാൻ പറ്റൂല. അങ്ങനെ നിയമമൊന്നുമില്ല. നിയമമുണ്ട്. ഈ സ്റ്റാൻഡ് ഇപ്പൊ തന്നെ വണ്ടി കൂടുതലാണ്. 3 ദിവസമായി വണ്ടി കൈ കിട്ടിയിട്ട് ഒരു സ്റ്റാൻഡിൽ വിടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാ എനിക്ക് ജീവിക്കേണ്ട ജീവിക്കേണ്ട സുഹൃത്തെ. അയാളും കൂടി ഇവിടെ കിടന്ന് ഓടിക്കോട്ടറോ. നിങ്ങളുടെ ഓട്ടം കഴിഞ്ഞ് മിച്ചം കിട്ടുന്നത് മതി അയാൾക്ക്. നമ്മളാരും മനസ്സിലായില്ല. ഇവിടുത്തെ റോഡ് മേസ്ത്രിയാ. ഭായി ആവശ്യമില്ലാത്ത കാര്യത്തിന് അവധ പറയാൻ വരരുത്. നമ്മൾ വണ്ടി കൊണ്ടുവരുമ്പോ ഈ സ്നേഹം ഒന്നും കാണാനില്ലല്ലോ. ഓ, വരണത്തിന്റെ പാച്ചൂറി അടിച്ചു മാറ്റി വിൽക്കാന്ന് വിചാരിച്ചായിരിക്കും അല്ലേ? ഓ, നിങ്ങളായി നിങ്ങളുടെ പാടായി. നമ്മളൊന്നും പറയുന്നില്ല. വേണ്ട. എടാ വണ്ടി മാറ്റടാ. ആലോചിച്ച് സമയം കളയാതെ വണ്ടി എടുത്ത് മാറ്റാൻ. എടാ മാറ്റാൻ. നീ അവിടെ കടന്നോ? പക്ഷെ ഈ ആശുപത്രി നോക്കി നീ സവാരി പോവില്ല. പാവോ കുഞ്ഞോറ സാർ. ആ മനുഷ്യന്റെ കാര്യം കൊണ്ടാണ് ഞാനിവിടെ കഴിഞ്ഞു പോകുന്നത്. 7 വർഷം മുമ്പ് ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാനായിരുന്നു ഏറ്റവും വലിയ ചാട്ടക്കാരൻ. ജമ്പറേ, ലോങ് ജമ്പർ. ആഹാ, അപ്പൊ ലാലി ഇവിടുത്തെ. പാവോ കുഞ്ഞോറ സാർ. ആ മനുഷ്യന്റെ കാര്യം കൊണ്ടാണ് ഞാനിവിടെ കഴിഞ്ഞു പോകുന്നത്. 7 വർഷം മുമ്പ് ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ
ഞാനായിരുന്നു ഏറ്റവും വലിയ ചാട്ടക്കാരൻ. ജമ്പറേ, ലോങ് ജമ്പർ. ആഹാ, അപ്പൊ ലാലി ഇവിടുത്തെ സ്റ്റുഡന്റ് ആയിരുന്നു? പിന്നില്ലേ, അന്നത്തെ ബെസ്റ്റ് ജമ്പറായിരുന്നു ഞാൻ. എന്നെ ഹനുമാൻ ലാലിന്ന് എല്ലാരും വിളിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ? ഏയ്, ചാട്ടം കണ്ടിട്ട്. ആ സമയത്ത് ആ കെട്ടിക്കാൻ പ്രായമായ 3 പെങ്ങാമാരെ എന്നെ ഏൽപ്പിച്ചിട്ട് അപ്പച്ചൻ ജീവിതത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയത്. അതോടെ എന്റെ ചാട്ടവും നിന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത് എന്റെ പെങ്ങാമാരെ എന്നേക്കാൾ വലിയ ചാട്ടക്കാരാണെന്ന്. അവർ ഓരോരുത്തന്മാരോട് ചാടിപ്പോയി. എന്നിട്ട് എന്താ ഇപ്പോ അവര് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ തിരിച്ചു വന്ന്. സ്റ്റാർട്ടിംഗ് പോയി? ആ, വീട്ടില്. അതാണല്ലോ ഓരോരുത്തരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പെങ്ങാമാര് വെറും കൈയോടല്ല വന്നത്. കയ്യിൽ ഓരോ ട്രോഫി ഉണ്ട്. മൂത്ത പെങ്ങക്ക് ട്രോഫി 2. മൂത്ത ട്രോഫി 5 പഠിക്കണം, ഇളയ ട്രോഫി 2 പഠിക്കണം. ഞാൻ ഇതൊക്കെ ഒരു സ്പോർട്സ് ഹോസ്പിറ്റലിൽ എടുക്കുള്ളൂ. എന്നിട്ടിപ്പോ എന്തായി, അവരെയും കൂടി പോറ്റണമെങ്കിൽ ക്യാൻറ്റീൻ മാത്രം പോരാ, ഇതുപോലുള്ള സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ നല്ലൊരു ജമ്പറായിരുന്നു ഞാൻ. അമ്മുമ്മയുടെ ജമ്പർ പോലെ ആയി. അല്ല ലാലി, ആവശ്യത്തിന് മുട്ട പുറത്തുനിന്ന് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ നീ കോഴികൾ വളർത്തുന്നു. നീ എന്താ വിചാരിച്ചത്? അവര് വെറും കോഴികളല്ല, അവരെന്റെ മക്കളാടാ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മക്കൾ. ഞാൻ എന്റെ വിഷമങ്ങൾ അവരോട് പറയും. അവർക്ക് ഓരോ മുട്ടയിട്ട് തരും. അവരെ കൊണ്ട് അതെല്ലാം പറ്റൂ. ഞാനത് ബുൾസയും ഓംലറ്റൊക്കെ ആയിട്ട് നിന്നെ പോലുള്ള തെണ്ടികൾക്ക് വിറ്റ് കാശാക്കും. അതെന്റെ ഒരു സന്തോഷത്തിന്. അയ്യപ്പേട്ട ചായ. പല്ല് വെച്ച് കഴിഞ്ഞിട്ട് പലഹാരം ചായ കൂടെ ഒരുമിച്ച് കഴിക്കാം. അതിൽ നിന്ന് കഞ്ഞിയാ. രാവിലെ ഒരെണ്ണം അടിച്ച അതിന്റെ സുഖം വേറെയാ. വേറെ എന്തിനു ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ ശിഷ്യന്മാര് ഇതിന് ബുദ്ധിമുട്ട് വരുന്നില്ല. മണിച്ചേട്ടൻ എവിടെ? അവൻ വരാൻ തരുന്ന പത്രം വായിക്കുന്നുണ്ട്. എന്റെ കർത്താവേ, ഒരു വൈദികനാവാൻ റോമിലേക്ക് ഉപരിപഠനത്തിനെത്തിയ എന്റെ മുന്നിലേക്ക് എന്തിനാണ് കർത്താവെ നീ തള്ളിവിട്ടത്? ആ മാൻപേട കണ്ണുകളുള്ള മാലാഖി റോമിൽ നിന്ന് അവളുടെ താമസ സ്ഥലമായ ഈ ലണ്ടൻ മഹാനഗരത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് അവളുടെ ആ ചിരിയല്ലേ? കർത്താവിന് മാത്രം ധ്യാനിച്ചേർന്ന എന്റെ മനസ്സിൽ, എന്റെ കണ്ണിൽ എന്തിനവളുടെ രൂപം നീ കാണിച്ചു തന്നു? ചൈന വൻമതിലിന്റെ പൊക്കമുള്ള സെമിനാരിയുടെ മതിൽ ചാടിക്കടക്കാൻ എന്റെ മനസ്സിനെ പ്രലോഭിപ്പിച്ചത് കർത്താവ് തന്നെയല്ലേ? പറയൂ, ഇനി ഈ ദാസൻ എന്താണ് ചെയ്യേണ്ടത്? എന്താ അങ്ങയുടെ അഭീഷ്ടം അതാണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എന്റെ മുമ്പിലൂടെ അവൾ കടന്നു വരണം. എങ്കിൽ മാത്രമേ ഞാൻ ആ ജീവിതത്തിലേക്ക് പോകൂ കർത്താവേ. കർത്താവേ, സമയത്ത് തന്നെ അവൾ വരുത്തണേ. എന്നും പതിവ് പോലെ അവൾ തെറ്റിക്കാണ്ട് വരണേ. കർത്താവേ, താങ്ക് യു സോ മച്ച് കർത്താവേ. ഹായ്. കണ്ടില്ലേ കർത്താവേ, എത്ര നാളെ അവളിങ്ങനെ മൈൻഡിലാണ് പോണത്. എന്ത് ധൈര്യമായിട്ട് പോയി വളച്ചോളാനോ? എങ്കിൽ ഞാൻ അവള് വിടില്ല കർത്താവേ, വിടില്ല ഞാൻ. എനിക്ക് അവളെ വലിയ ഇഷ്ടാണ്. എന്നെ കാണിക്കല്ലേ. നീ ഉദ്ദേശിച്ചിടത്ത് തന്നെയല്ലേ കൊണ്ടത്? എന്താ സാർ? അല്ലെങ്കിൽ ഇവൻ ഇനിയും ഉന്നം പരീക്ഷിക്കും. സാർ ക്ലാസ്സിലേക്കാ? എന്തിനാ വീണ്ടും എറിഞ്ഞു വീഴ്ത്താനാ? ഇനി ഞാൻ സൂക്ഷിച്ചേ നടക്കും. സാർ എന്തു പറ്റി സാർ? കാലെടുത്ത് മാറ്റണം, ഞാനിവിടെ പാർക്ക് ചെയ്താ. സോറി സാർ. കുപ്പി ലോറി കൊണ്ട് വരാഞ്ഞത് ഭാഗ്യം. ഒരു എരണം കെട്ട മുക്ക് തന്നെ പറയാതെ നിർത്തി. ദിവസം ഒരു 100-150 പേരെങ്കിലും അകത്തേക്ക് കയറി പോകുന്നുണ്ടല്ലോ, മന്തും വലുവും ഒക്കെ ആയിട്ട്. ഒരൊറ്റ ഒരുത്തൻ തിരിച്ചു പോകുന്നത് കാണുന്നില്ലല്ലോ. ഇനി ഇതിന്റെ പുറകിൽ വേറെ വല്ല കയറ്റുണ്ടോ? അകത്തേക്ക് പോകുന്നവരൊക്കെ അധികം താമസിക്കാതെ പുറത്തേക്ക് വരുന്നുണ്ട്. വഴിയും ഇതേ ഉള്ളൂ. ഒറ്റ വ്യത്യാസം മാത്രം, നടന്ന് നിരങ്ങി കഷ്ടപ്പെട്ട് അകത്തേക്ക് പോകുന്നവര് നല്ല സുഖമായിട്ട് കിടന്നാണ് രാത്രി ഈ ഗേറ്റ് വഴി തിരികെ പോകുന്നത് ആംബുലൻസിൽ.
ഈ വണ്ടി സവാരി ആവൂല. ഈ വണ്ടി പോവില്ല. കുറച്ച് മുമ്പ് മലയാളത്തിൽ പറഞ്ഞു ഇവിടെ സവാരി പോലെന്ന്. അടിച്ചിന്റെ പല്ല് കളയണം. എന്നാ അടിയടാ. എനിക്ക് നീ ഇവിടെ അവിടെ. നിന്റെ കുടുംബസ്വത്തൊന്നും റോഡിൽ കിടന്നാണോ അഭ്യാസ പ്രകടനം? സ്റ്റുപ്പിഡ്. സാർ ഇവിടെ ഉണ്ടായ എന്താണെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷയിൽ കള്ളം ഇടിച്ചതിന്റെ കൂമ്പി അങ്ങനെയൊക്കെ കളയും. നീ ഏതാടാ? മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ആദ്യമായിട്ടാ സർ. 3 ദിവസമായി ഓട്ടോറിക്ഷ കൊണ്ട് നടക്കുക. അന്നാ നടക്കുന്നത്? നിനക്ക് ഓടിക്കാൻ അറിയില്ലേ? ഓടിക്കാൻ സമ്മതിക്കുന്നില്ല സർ. ഇപ്പൊ ഒരു സവാരി കിട്ടി. യുവന്മാരത് മുടക്കിയല്ലേ? ശരിയാക്കാം. കോൺസ്റ്റബിൾ, ഇവന്റെ പോക്കറ്റിൽ എത്ര രൂപ ഉണ്ടെന്ന് വെച്ചാൽ അത് വാങ്ങിച്ച് നമ്മുടെ അയ്യപ്പൻ കോവിലിന്റെ ആ ബുക്കില്ലേ അതിന്റെ പ്രത്യേക പേജിൽ വെച്ച് സാർ. ഭക്തിമാർഗം കൊണ്ടേ രക്ഷയുള്ളൂ, എനിക്കല്ല. അപ്പൊ ഇനി മുതൽ ഇവൻ ഈ സ്റ്റാൻഡിൽ തന്നെ ഓടും സാർ. ഞങ്ങൾക്ക് ഓട്ടം ഇല്ല. അപ്പൊ പുതുതായിട്ട് ഓരോരുത്തർ ഇങ്ങനെ വണ്ടി പോകരുത്. കൂടുതൽ കളിച്ചാൽ നിന്നെയൊക്കെ പെറ്റിയടിച്ച് അറിയാലോ. മുണ്ട നിന്റെ അച്ഛനാ. പോലീസുകാരെ പോയ ഈ പോലീസുകാരുടെ കാര്യം വളരെ കഷ്ടമല്ലേടാ. എന്ത് കാമുകിയെ വഞ്ചിച്ച കാമുകനെ കണ്ടുപിടിക്കണം, പിന്നെ നമ്മളെ പോലുള്ള കള്ളന്മാരെ കണ്ടുപിടിക്കണം, പിന്നെ അതൊന്നും പോരാതിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അവിടെ പോയി കാവൽ നിൽക്കണം, അതും ഒറ്റയ്ക്ക്. അതെ, നീ എവിടെ നിർത്തിക്ക്? നമ്മുടെ കഞ്ഞൂട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടില്ല ഇവര് ഈ തലങ്ങും വലങ്ങും പായണത്. നമുക്ക് മോഷ്ടിക്കാതിരിക്കാൻ പറ്റൂല്ലോ. നീങ്ങ വന്നേ. ഇത് ഏത് വണ്ടിയാ കിടക്കുന്നത്? അത് കാറ് കണ്ടറിഞ്ഞൂടായോ? അല്ല, ഈ വണ്ടി തന്നെ ഇവിടെ പാർക്കിയിരിക്കുന്നത്. എടാ അത് ഇടിച്ചു കിടക്ക, ബോണറ്റൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ടില്ലേ? നീങ്ങ വന്നേ. നമസ്കാരം. ഇതെങ്ങനെ അടിച്ചാ സാറേ ഈ വണ്ടി? ഇടിച്ചതല്ല, ബ്രേക്ക് ഡൗൺ ചെയ്താ. സാറിന് അങ്ങനെ തന്നെ വേണം. ചെമിണ്ടാര അങ്ങനെയാണെങ്കിൽ വെള്ളാനകളുടെ സിനിമയിൽ പപ്പുച്ചേട്ടൻ പറഞ്ഞ പോലെ ആ ചെറിയ സ്പാൻഡർ എടുത്തേ താമരശ്ശേരി ചുരത്തിന് ഇവിടെ പോകൂടെ? സാറ് സ്പാൻഡർ ഒന്നും വേണ്ട, സാറ് കയറിയിരിക്കും, ഞങ്ങൾ നല്ല തരാം. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. എന്തോടാ ഇത്? കേടായ കാറ് കൈ അടക്കി വെച്ചു അല്ലേ? നീ സാറേ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെ തള്ളുന്ന മാടത്തിനൊന്ന് പുറത്തേക്ക് ഇറക്കാവോ? ഓക്കെ റിയ പ്ലീസ്. ഇതെങ്ങനെ ശരിക്കും കേടായ? നിങ്ങൾ എങ്ങോട്ട് പോകുന്നേ? ഞങ്ങളൊരു പാർട്ടിക്ക് പോകുന്ന വഴിയാ. അതെല്ലേ? ആ എന്നാ ഒരു കാര്യം തൊഴിച്ചെടുത്തോ കേട്ടോ. എടാ മൈമുണ്ണി, അത് ആൽബന്നടിയല്ലേടാ? അതെ ആൽബന്നടി. വണ്ടി കേടായി കിടക്കുമ്പോ ആൽബന്നടി ഒന്നുമല്ല, വന്ന് തള്ളു കൊച്ചേ. പതുക്കെ വന്നാ മതി. ആൽബന്നടി ആൽബന്നടി. പതുക്കെ നീ എവിടെ എന്നാ പറയണ? തള്ളിക്കോ തള്ളിക്കോ. പതുക്കെ തള്ളിയാ മതി, ശരീരം മുഷിയല്ലേ. വണ്ടി സ്റ്റാർട്ടായി, കേറിക്കോ. താങ്ക് യു ഒന്നും വേണ്ടായിരുന്നു, വണ്ടി ഇപ്പഴേ സ്റ്റാർട്ട് ആവണ്ടായിരുന്നു. വണ്ടി പോട്ടെ. കാണാനൊരു സുമാറില്ലായിരുന്നെങ്കിൽ നടിയല്ലയോ, നോക്കി അങ്ങ് നിന്നുപോയി. ഇഷ്ടം പോലെ സ്വർണ്ണം ഉണ്ടായിരുന്നു, ഒരെണ്ണം പോലും എടുക്കാൻ പറ്റിയില്ല. അവര് തിരിച്ചു വരോ? എന്താടാ പിന്നെ ഇത് നീ കൊണ്ട് കൊടുക്കുവോ? എന്റെ പൊന്നളിയാ, പൊന്നാടാ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇന്നാ നിന്റെ മൊബൈല്. എന്റെ ഈശോയെ, സാറെന്താ മേലോട്ട് നോക്കുന്നത്? മിസൈല് വല്ലോ വരുന്നുണ്ടോ നോക്കുവാടോ. മിസൈല്? വേഗം സ്ഥലം വിട്ടോ, ഇല്ല തന്റെ നെഞ്ചു ഈ പരുവത്തിലാവും. എന്റെ അമ്മേ. ഈശോ. ഗുഡ് മോർണിംഗ് സാർ. എന്താ സാർ നോക്കുന്നത്? മീറ്റിംഗ് തുടങ്ങിയോടെ? അത് കഴിഞ്ഞല്ലോ സാർ. എന്റെ കാര്യം കഴിഞ്ഞു. നെഞ്ചിനെങ്ങനെയാണ്? എഞ്ചിൻ കയറിയ പോലെ ഉണ്ട്. താനിക്ക് വേണോ? ജമ്പുകാരൻ താൻ ആ ക്രോസ് ബാറിന്റെ മേലെ കൂടെയാണോ ചാടിയത്, താഴെ കൂടെയാണോ ചാടിയത്? സാർ മോളിൽ കൂടെ സാർ. അപ്പൊ പിന്നെ ഞാൻ തലയും കുത്തി നോക്കണോ? ഇങ്ങനെ ഓടിവാ കൊത്തേ. ഇങ്ങനെ കേറില്ല. വട്ടോടിച്ച് പോട്ടെ, വട്ടോടിച്ച് പോട്ടെ. ആ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ആ കേറ്റ് കേറ്റ് കേറ്റ്. ആ തള്ളി കേറ്റ്. അയ്യോ വീണ്ടും ഉടക്കി. അയ്യോ പുറത്തേക്ക്. ആ ഒടിഞ്ഞു പോട്ടെ, ഒടിഞ്ഞു പോട്ടെ, ഒടിഞ്ഞു പോട്ടെ. സാറേ ഇനി എന്താ ചെയ്യാ? എങ്ങനെങ്കിലും ഇത് വലിച്ചൂരടാ. നിലത്തെടുത്ത് ചവിട്ടി ഊരാം. വലി വലി. ഒരു ഐഡിയ ഉണ്ട്, ഒരു വെട്ടുകത്തി കിട്ടിയിരുന്നെങ്കിൽ. ക്യാൻറ്റീനിൽ കോടാലി ഉണ്ടല്ലോ,
ഒരു ലോറി വിളിച്ച് അതിൽ കയറ്റിക്കൊണ്ട് പോകാം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം സ്പോർട്സ്മാരെ. മാറി എല്ലാരും മാറിക്കോ. ഇതാണ് സാറിന് പറ്റിയ വണ്ടി. ഗ്യാസ് കൊണ്ടുള്ള വണ്ടിയാണ്. മനുഷ്യന്റെ ഗ്യാസ് കൊടുക്കാൻ ക്യാൻറ്റീനിലെ ഗ്യാസ് പിടിക്കങ്ങട്. സൂക്ഷിച്ച് ഓലുമ്പ പിടിക്കല്ലാരും ഒരു മാറിക്ക്. നീ എന്താണ് എന്നെ വല്ല ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകണോ? കൊടിയും കുത്തി ഓപ്പോസിറ്റ് വല്ല ലോറിക്കാരും വന്ന കാണണ്ടേ സാർ? വന്ന് മൂട്ടിലിടിച്ച ആസനത്തേക്ക് ഒന്നും കയറിയിട്ട് പിന്നെ ചിരിക്കണോ? ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. ദൈവം എന്റെ ഒരു ഗതികേട്. അപ്പനും അമ്മയും പൂത്തോല് കിടന്നുറങ്ങ. ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞ് വന്ന സമയം ഉണ്ടെങ്കിൽ ഇലക്കിടാം. ഇല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച എന്നാ പറ്റിയെന്ന് വെച്ചാ അന്നും. അമ്മച്ചോട് ഇവിടെ വിറക് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തിട്ടില്ല. ഇനി വിറക് കൊണ്ടുവരണം, അരി ഇടണം, പ്രോജക്റ്റ് എഴുതണം, ക്ലാസ്സിൽ പോണം. എന്റെ ഒരു നമ്മുടെ മോളുടെ ഓളിയല്ലേ കേട്ടെ? ഓളിയോ? ഞാനൊന്നും കേട്ടില്ല. നമുക്കൊന്ന് നോക്കാം. എന്റെ നൈറ്റി ആദ്യം ആ നൈറ്റി ഉടുത്ത മനുഷ്യ ആളുകൾ കാണണ്ട. എന്റെ ലുങ്കി നീ ഉടുത്തിരിക്കും. അത് ഞാൻ ഉടുത്ത അതങ്ങ് താ മനുഷ്യൻ പറഞ്ഞു വെക്കാൻ നേരമില്ല. മോളെ കവിതേ നിനക്ക് പ്രമോഷൻ ആയെന്ന് കേട്ടപ്പോ സന്തോഷം തോന്നി. പക്ഷേ പോസ്റ്റിംഗ് ബോംബെയിലാണെന്ന് അറിഞ്ഞപ്പോ ഈ പ്രമോഷൻ വേണ്ടെന്ന് വെച്ചാൽ യാത്ര ഒഴിവാക്കായിരുന്നു അല്ലേടാ തോമ? നിന്നെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം കൊണ്ട് പറയുന്ന ദേ ഒരു പട്ടാളക്കാരൻ നിസ്സാര കാര്യത്തിന് തളരാൻ പാടില്ല. 2 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാമല്ലോ, ബ്രാഞ്ച് മാനേജറായിട്ട്. ഇത് കണ്ടാ ഈ കുടുംബത്തിലുള്ള സകല വട്ടിയും ചട്ടിയും മുഴുവൻ മുംബൈക്ക് കയറ്റിവിടെ ഇവള്. അയ്യോ, ഇതെല്ലാം അത്യാവശ്യം വേണ്ട ചില വീട്ടു സാധനങ്ങളാ. എന്തിനാ മോളെ ഇതൊക്കെ? താമസ സ്ഥലം ശരിയാണെന്ന് പറഞ്ഞാൽ ഞാൻ ജെസ്സിയുടെ ഫ്ലാറ്റിലല്ലേ. എന്റെ ജയ, ഇതെല്ലാം ചേച്ചിക്ക് കൊടുക്കാനുള്ളതാ. നീ വണ്ടിയിലോട്ട് ട്രെയിൻ എന്റെ പാട്ടിന് പിന്നെ ജയ, സോഫിയ കാണാനുള്ള സമയത്ത് മറക്കണ്ട. അപ്പച്ചൻ കേട്ടു. ഇവന്റെ കല്യാണം നിന്റെ കാർമ്മികത്വത്തിൽ നടത്തണമെന്നാ എന്റെ ആഗ്രഹം. എന്റെ കർത്താവേ, ലോകത്ത് എവിടെ പള്ളിപ്പെരുന്നാളുണ്ടെങ്കിലും കോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ പോലെ അപ്പച്ചൻ ഇങ്ങനെ ഓരോന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നേർന്നു ഞാനൊരു നേർച്ച കോഴിയെ പോലെയായി. പിന്നെ ചയ മുംബൈയാണ്. ഒരുപാട് ഡിസ്കോത്തിക് ബാറുകളും റെഡ് സ്ട്രീറ്റ് ഉള്ള നാടാണ്. കൺട്രോൾ യുവർസെൽഫ്, ബി എ മാൻ, ഓക്കേ? നിനക്കെങ്ങനെ അറിയാം അവിടെ റെഡ് സ്ട്രീറ്റ് ഉണ്ടെന്ന്? സെമിനാരിൽ പഠിപ്പിച്ചിരുന്നു. പാപത്തിന്റെ വഴിയാണ്, ആ വഴിക്ക് പോകരുതെന്ന്. എന്നാടാ പോടാ. എന്തൊരു ചൊറിച്ചില്! ചൊറിയതോ സ്വർണത്തിന്റെ നാഴിക്ക് 40,000 വട്ടം നാക്കും വാക്കും മാറ്റുന്ന പരമനാറികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ 13ാം ഡൈവേഴ്സ് വാർഷികത്തിന്റെ വിഹിതം ഞാൻ എല്ലാ ഉച്ചാളികളെ ക്ഷണിച്ച് വരുത്തി. ഞങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും പിഷാരടി ചേട്ടന്റെ മനസ്സ് പൂർണ്ണില പോലെയാ. നീ ആരടാ എന്നെ ഭൂമിക്ക്? രവീന്ദ്രനാഥ ടാഗോറോ അതോ ബങ്കിം ചന്ദ്ര ചാറ്റർജിയോ? അമ്പോ എന്താ കഥാനായകനൊരു മൗനം? എന്റെ ഭാര്യ മരിച്ചുപോയതല്ല, ഒരു മാന്യന്റെ കൂടെ ഒളിച്ചോടി പോയതാണ്. അതുകൊണ്ട് ദുഃഖാചരണത്തിനല്ല, സന്തോഷിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ പാലേട്ടാ, ആത്മാർത്ഥ സുഹൃത്തുക്കളാകുമ്പോ എല്ലാം തുറന്നു പറയല്ലേ വേണ്ടത്. എന്ത് പറ്റിയിടോ? രാധിക പിണങ്ങിപ്പോയോ അതോ അച്ഛൻ തല്ലിയോ? അതൊന്നും അല്ല പ്രശ്നം. ചെക്കാണ് പ്രശ്നം. ചെക്കോ? അതെ, എന്റെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ബാലേട്ടൻ 50,000 രൂപ ഒരു ചെക്ക് കൊടുത്തിരുന്നില്ലേ? ആ ചെക്ക് മടങ്ങിയോ? വെറുതെ അല്ല നിന്റെ കണ്ണാക്കിലൊട്ടിയത്. ഏതായാലും ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം. നിനക്ക് വേണ്ടി ആ പണം ഞാൻ തരാം. ഉറപ്പാണ്? ഉറപ്പ്. പക്ഷേ 2 കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. 1, അടുത്ത മാസം നടക്കാൻ പോകുന്ന ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ എന്റെ ആഗോളവൽക്കരണവും ആത്മഹത്യ അവതരിപ്പിക്കാൻ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ ആരൊക്കെ കൊന്നാലും ചത്താലും എന്റെ വലം കൈയായി നിൽക്കണം. നിങ്ങളല്ല ഏവൻ പറയട്ടെ. 2, എന്റെ ഡൈവേഴ്സ് വാർഷികത്തിനോടനുബന്ധിച്ച് ഞാൻ എഴുതിയ കറുത്ത പെണ്ണേ കരിങ്കുഴലി എന്ന കവിത ഓരോ വരികളുടെയും അന്തസത്ത ചോർന്നു പോകാതെ, അർത്ഥവ്യാപ്തി വാർന്നു പോകാതെ ഇപ്പൊ ഇവിടെ വെച്ച് ചിട്ടപ്പെടുത്തി എന്നെ പാടി കേൾപ്പിക്കണം. ഇവൻ പറയട്ടെ. ശരി, എങ്കിൽ ഇപ്പോഴേ 50,000 രൂപ റെഡി.
ഇതെന്തോന്ന്? എന്റെ കറുത്ത പെണ്ണെ കരിങ്കുഴിയിലെ പത്താണിപ്പറമ്പിൽ വരികളുടെ അർത്ഥം മനസ്സിലായല്ലോ. എന്താ വടം നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി ഹാർമോണി നാണം കെടുത്തരുത്. വായി തോന്നിയ പാടിയാ മതി. കൂടെ ഞാനും കൂടിക്കൊള്ളാം. 1 2 3 4 5 6 രൂപയുടെ കാര്യമുള്ളൂ. അവളച്ചാട്ടം കളിക്കാതെ അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാൻ. പോരടാ നീ പോടേ. നീ എങ്ങനെത്തേക്കാണ് എടുത്തോ എടുക്ക ഒരറ്റത്തൊന്നും തുറങ്ങ. ഇതൊക്കെ ഉള്ളൂ. പെട്ടെന്ന് നീ എത്രയും എടുത്തു? എണ്ണിയാണോടാ മൂട്ടിക്കുന്നത്? എന്തായാലും നിന്നെക്കാൾ കൂടുതൽ ഞാനാ എടുത്തത്. അയ്യോ ഞാൻ എന്നാ മറന്നു. ഞാൻ എണ്ണി നോക്കട്ടെ. 1 2 3 4 5 നോക്കാൻ നിൽക്കില്ല. ആരെങ്കിലും വരുന്നതിന് മുമ്പ് പോകാൻ നോക്കണോ? ഒന്ന് വാടാ. കുറെ നേരം എന്തിനാ കൊച്ചിടണം? പോലീസ് എന്താടോ ഹെൽമെറ്റ് ഇല്ലേ? പോലീസൊക്കെ കണ്ടില്ല. ഇനി എന്ത് ചെയ്യാനാ? ഐഡിയ ഉണ്ട്. എല്ലാരും തലയിലെ കെട്ടഴിച്ചേ. അയ്യപ്പോ അയ്യപ്പോ ശരണം വിളിക്കാൻ. അയ്യപ്പോ 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 സ്വാമി അയ്യപ്പോ അയ്യപ്പോ അയ്യപ്പോ. ഇവരിനി എപ്പോ നടന്ന് മല കയറാനല്ലേ? താൻ ആ ഫയലെല്ലാം എടുത്ത് ഓഫീസിലേക്ക് വെക്കും. ഓ ശരി സർ. ബാക്കി ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ നക്കി കുടിക്കും. ആർക്കാണോ അത്? പുലിയിരുന്ന് നാടുന്ന കണ്ടില്ലേ? തനിക്കെന്താ അവിടെ കാര്യം? വീട്ടിൽ കയറി വരുന്ന അതിഥികളോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരു ആദിത്യ മര്യാദയൊക്കെ വേണ്ടേ സാർ? ഡിന്നറിന് നോർത്ത് ഇന്ത്യൻ ഡിഷോ സൗത്ത് ഇന്ത്യൻ ഡിഷോ? ചോദിച്ചേ കേട്ടില്ലേ? തനിക്ക് എന്താ ഇവിടെ കാര്യമൊന്നും? ഇവിടുത്തെ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചു വരുത്തിയ എനിക്ക് ഇവിടല്ലേ കാര്യം? സാറിന്റെ പോലീസ് എന്നെ അന്വേഷിച്ച് ലോകം മുഴുവൻ തിരച്ചിലോടെ തിരച്ചില്ല. എന്നെ പോലീസ് തിരയാത്തൊരിടം അത് ആഭ്യന്തരമന്ത്രിയുടെ വീട് തന്നെ അല്ലേ? ഓ എന്തൊരു ബുദ്ധി! കള്ളൻ ഒരു ഉമ്മ വെച്ചോണ്ടല്ലോ. പുറത്തുള്ള പോലീസിനെ വിളിക്കണോ? ധൈര്യമുണ്ടെങ്കിൽ വിളിക്കടോ തന്റെ പോലീസിനെ. ആ സമയം പത്രക്കാരെയും TV-കാരെയും കൂടെ ഞാൻ വിളിക്കാം. ഹോട്ട് ന്യൂസിന് വേണ്ടി വായും പൊളിച്ചിരിക്കുന്ന അവരുടെ മുമ്പില് എനിക്കൊരു സദ്യ തന്നെ വിളമ്പാനുണ്ട്. സദ്യയോ? ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ആ കൂടി ചോറ് ഉള്ളിത്തിയലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കും. നോക്കണം സാർ, വെറും 2000 ചില്ലാനം രൂപയ്ക്ക് ഏത് മാർക്കറ്റിലും ഹൈഡ് ആൻഡ് ഷൂട്ടിന് പറ്റുന്ന ഇത്തരം കാൻഡിഡ് ഗൺ ക്യാമറകൾ സുലഭമാണ്. പോലീസിന് കഴിയാത്ത കാര്യത്തിന് നിങ്ങളുടെ ഹോം സെക്രട്ടറി വഴി എന്നെ ബുക്ക് ചെയ്ത് വരുത്തി കൊട്ടേഷൻ തന്ന് ആഭ്യന്തരമന്ത്രിയുടെ കഥകൾ തെളിവുകൾ സഹിതം ഞാൻ അവതരിപ്പിക്കും. തനിക്ക് എന്താ വേണ്ടത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഡിന്നറിന് എന്താ വേണ്ടത്? എനിക്കറിയണം ജോർജ് കുട്ടി കൊലക്കേസിൽ എന്നെ പ്രതിയാക്കിയതിന്റെ പിന്നിലെ ഗൂഢതന്ത്രം എന്താണെന്ന്. കൊലയാളിയെ കണ്ടെത്തിയത് ഞാനല്ല, പോലീസാ. ആ പോലീസ് തന്നെ യഥാർത്ഥ പ്രതിയെ ഇവിടെ എന്റെ മുന്നിൽ എത്തിക്കണം. അതുവരെ ഞാനിവിടെ ഉണ്ടാകും. ഈ വീട്ടിലുണ്ട്. നിങ്ങളൊന്ന് വിരൽ ഞൊടിച്ചാൽ ഓടിയെത്തുന്ന ലോക്കൽ പോലീസിനെയും കൊട്ടേഷൻ ഗാങ്ങുകളെയും മാത്രമേ നിങ്ങൾക്കറിയൂ. ഞാൻ എന്ന വ്യക്തി തന്റെയൊക്കെ 3 ചക്രത്തിൽ കറങ്ങുന്ന ബുദ്ധിക്കും അപ്പുറത്താ. രഞ്ജിത്ത്, ഇവരെ ഞാൻ ഇവിടെ ഇങ്ങനെ തടങ്കലിലൊന്നും വെക്കില്ല. സ്വതന്ത്രരാണ്. പക്ഷെ ഇവന്മാരുടെ ഒരു കണ്ണ് അവരിലുണ്ടാകുമെന്ന് മാത്രം. സാറേ, ദേ വടക്കൻ സാറ് അല്ല വടക്കൻ സാറ്. ഗോ ഇൻസൈഡ്. നടക്ക.
വെടിവെപ്പ് നടക്കൂ? ഉണ്ടെങ്കിൽ ഒരു പഴയ തോക്ക് എനിക്കും താ. എനിക്ക് വെടിവെക്കാൻ കൊതിയാവുന്നു. സത്യം, ഞാൻ ഇതുവരെ വെടിവെച്ചിട്ടില്ല. Confucian now hath made his masterpiece. More sacrilegious murdered has broke up the Lord's anointed temple and stores thence the life of the building. ഒന്നും മനസ്സിലായില്ല അല്ലേ? വെരി ഗുഡ്. ഒന്നും മനസ്സിലാവരുത്, ആർക്കും ഒന്നും മനസ്സിലാവരുത്, ഒരു സംശയവും തോന്നരുത്. അതാണ് നമ്മുടെ ജോലിയുടെ രഹസ്യാന്വേഷണത്തിന്റെ മുഖമുദ്ര. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഗൾഫിൽ താമസിക്കുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാർ ഇവിടെ എന്തു ചെയ്യുന്നു എന്ന് തെളിവ് സഹിതം നിങ്ങൾ ഹാജരാക്കണം. അവർ എവിടെ പോകുന്നു, ആരുമായി ചാറ്റിംഗ് നടത്തുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അത് നിങ്ങൾ അന്വേഷിച്ച് തെളിവുകളടക്കം ഹാജരാക്കണം. മിസ്സിസ് ഇന്ദിര വാസുദേവ്, എക്ലേ നമ്പർ 18, ഹൗസ് നമ്പർ 303, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്. ഓക്കെ, എന്നാൽ പോയിക്കൊള്ളൂ. സഹൃദയരായ സഹപ്രവർത്തകരെ, കലാസ്നേഹികളെ, നിങ്ങൾക്കേവർക്കും എന്റെ ഹൃദയംഗമമായ കുപ്പുമൈ. മാന്യ സദസ് ക്ഷമിക്കണം, തെറ്റ് പറ്റിയതിൽ ഖേദിക്കുന്നു. അനുദിനം ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല ഭാരതത്തിന്റെ പച്ചയായ അവസ്ഥ കീറി മുറിച്ച് കാണിക്കുന്ന ഒരു അപൂർവ സുന്ദര സംഗീത നാടകമാണ് ഏതാനും നിമിഷങ്ങൾക്കകം അരങ്ങേറാൻ പോകുന്നത്. ഈ സംഗീത ശില്പം നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും, അനുഭൂതിയായിരിക്കും, ആഹ്ലാദമായിരിക്കും, ആനന്ദമായിരിക്കും. ആഗോളവൽക്കരണവും ആത്മഹത്യയും. രചന KK പിഷാരടി, അത് ഞാൻ തന്നെ. ബ്രാഞ്ച് മാനേജർ എലിജിപാലം. സംവിധാനം നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ണിയും ആരാധനാപാത്രവും ഈ ബാങ്കിലെ അക്കൗണ്ടന്റുമായ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ. ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇയാൾ എന്തിനാ എന്റെ പൊസിഷൻ വിളിച്ചു പറയുന്നത്? സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കെടുത്താൻ പറ്റുള്ളൂ ബാലേട്ടാ. ആകെ പ്രശ്നമായി. നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറിപ്പേട്ടന് ആക്സിഡന്റ് ആയി. ഡ്രൈവർ സ്പോട്ടിൽ വെച്ച് തന്നെ തീർന്നു. കുറിപ്പേട്ട അത്യാവശ്യ നിലയിൽ മെഡിക്കൽ കോളേജിലാ. കുറച്ച് ബ്ലഡിന്റെ ആവശ്യമുണ്ട്. ഗ്രൂപ്പിലെ ഗ്രൂപ്പ് ഓ നെഗറ്റീവാ. ഇനിയിപ്പോ എന്താ ചെയ്യാ ബാലേട്ടാ? ഓ നെഗറ്റീവാ? എന്റെ ഗ്രൂപ്പ് അതാണല്ലോ. ഒരു മിനിറ്റ്. കഷ്ടം പൊക്കാൻ വരട്ടെ, നാളെ നടക്കില്ല. അതായത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്സിഡന്റ് മെഡിക്കൽ കോളേജിൽ കിടക്കുക. ഉടനെ അദ്ദേഹത്തെ ചോര കൊടുത്തില്ലേ മൂപ്പരുടെ കട്ടം വീഴും. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രധാനമന്ത്രിക്ക് ആക്സിഡന്റ് ആയപ്പോൾ ഇന്ന് ഈ നാടകം നടന്നിരിക്കണം. നിങ്ങൾ ഇങ്ങനെ സ്വാർത്ഥനാകാൻ പാടില്ല. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോഴാണ് നാടകം. നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തൻ ചത്തുവായ നാളെ നടക്കും. ഇല്ലല്ലോ. അതൊന്നും എനിക്ക് കേട്ട കാര്യമില്ല ബാല. ഇപ്രാവശ്യം ഈ നാടകം നടന്നില്ലെങ്കിൽ നിന്നാണ് ഞാൻ ഈ ഫാനി കെട്ടി തൂക്കിച്ചാവും. ഇയാൾ എന്തെങ്കിലും ചെയ്തോ, ഞാൻ പോകും. ബാല പോവരുത്, പോവരുത്. അയ്യോ, ഞാനിനി എന്ത് ചെയ്യാലെന്തല്ലേ. പിഷാരട്ടി ടെൻഷൻ അടിക്കണ്ട, ഇത് ഞാൻ സോൾവ് ചെയ്യാം. അമ്മയ്ക്ക് അന്ന്. ഹലോ ചെക്കലോ സഹൃദയരെ, ഒരു അറിയിപ്പുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറുപ്പേട്ടൻ അത്യാസന്ന നിലയിൽ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് അദ്ദേഹത്തിന് ചോര കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ബാലേട്ടിന് പോകേണ്ടി വന്നതിനാൽ ആഗോളവൽക്കരണവും ആത്മഹത്യയും എന്ന നാടകം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന വിവരം സസന്തോഷം, ക്ഷമിക്കണം, വ്യസന സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. മറ്റൊരു ദുഃഖവാർത്ത. ഈ വിവരം അറിഞ്ഞത് മുതൽ നമ്മുടെ മഹാകവി പിഷാരടി സാറ് ഹൃദയാഘാതം മൂലം മോഹാലിച്ചപ്പെട്ട് അണിയറയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അന്ത്യവിശ്രമം കൊള്ളുന്നു. എന്റെ ചീട്ടുകളി ഭഗവതി, റാണി കൺമണി, നിന്റെ കിണറ് കൊണ്ട് കുഴഞ്ഞു. മോനെ ആകത്തട്ടോളെത്രയാടാ? അത് കണ്ടാലറിയാം. ഈ പല്ലുപോയ സിംഹത്തിനും തൊപ്പിപോയ പോലീസിനും ഒരു വിലയില്ലാന്ന് പറയുന്നത് എല്ലാരും എല്ലാരും അങ്ങോട്ടാണോ? ഞാൻ ഇങ്ങോട്ട് ഓടിയാണ്. അവരെവിടെ പോടാ? ഓടി ഊപ്പട് വന്നു. ആരാണ് അവിടെ ചീട്ട് കളിച്ചത്? അറിയില്ല. ഇയാൾക്കെന്താ തലയ്ക്ക് ഭ്രാന്ത? മെറ്റല് ഊരി കളിക്കുന്നു. പോലീസ് വന്നപ്പോ. താങ്കൾ പോലീസിലുണ്ടായിരുന്ന ആളല്ലേ? സത്യം പറയണം. അതുകൊണ്ടാ പറയുന്ന അറിയില്ല. താങ്കൾ ഇവിടെ എന്താ ചെയ്യുന്നു? മാഡത്തിന് കണ്ടൂടെ ഈ കോൺക്രീറ്റ് ഇടാനുള്ള മെറ്റൽസ് ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ പോലീസിനെ പണി തിരിച്ചു കിട്ടുന്നവരെ എന്തെങ്കിലും ജോലി ജീവിക്കണ്ടേ മാഡം? ഉണക്കിട്ടിട്ടാണോടോ മെറ്റൽ പോരുന്നേ?
മന്ദബുദ്ധി